ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിന്റെ സീസൺ 2 ആണ്. സീസൺ 1 കാണാത്തവർക്കും ഈ ഒരു സീസൺ 2 കാണാം, കാരണം ഇതൊരു പുതിയ കേസിന്റെ അന്വേഷണമാണ്. ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മ്യൂസിയത്തിൽ വലിയൊരു കവർച്ച നടന്നിരിക്കുന്നതാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഡോഗ് സ്ക്വാഡ് അവിടേക്ക് വരുന്നു. ടെറി എന്നൊരു നായയും അതിന്റെ 2 ഹാൻഡ്ലേഴ്സുമായിരുന്നു ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ടെറി ആകട്ടെ എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടെറിയുടെ 2 ഹാൻഡ്ലേഴ്സും എങ്ങനെയൊക്കെയോ ടെറിയെ മാനേജ് ചെയ്ത് മ്യൂസിയത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് ടെറിയാകട്ടെ അവിടെ എല്ലാം നിന്ന് വട്ടം കറങ്ങിയായിരുന്നു. അതതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ജോലിയൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ കുരയ്ക്കുകയും ചെയ്യുന്നു. അതിന്റെ ഹാൻഡ്ലേഴ്സിൽ ഒരാളാകട്ടെ അതിനെ ശാന്തനാക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ ടെറി അയാളുടെ കയ്യിൽ കടിക്കുകയാണ്. ഒരു വിധത്തിൽ അയാളുടെ കൈ പിൻവലിച്ചു. ടെറിയാകട്ടെ അവിടെയെല്ലാം ഓടി നടന്ന് ഓരോ സാധനങ്ങൾ തട്ടിയിടാൻ തുടങ്ങി. എന്തൊക്കെയോ കടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഓടി ഒരു മേശപ്പുറത്ത് കയറി കൂർത്ത മുനയുള്ള പേപ്പർ ഹോൾഡർ പിന്നാകട്ടെ എടുത്ത് വിഴുങ്ങിയാണ്. പിന്നീട് കാണിക്കുന്നത് ബസ്സിൽ പോകുന്ന CPO ആയ അമ്പിളി രാജുവിനെയാണ്. അയാളുടെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിമിനലിനെ കൊണ്ട് ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന അമ്പിളി രാജുവിനോട് ഈ ക്രിമിനൽ ഓരോ കാര്യത്തിന് ചൂടാകുന്നു. എന്നാൽ ബസ്സിലുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഈ ക്രിമിനലിനിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. 2 എണ്ണം കൊല്ലട്ടെ എന്ന് കരുതിയിട്ട് അമ്പിളി ആദ്യം ഒന്നും മിണ്ടാതെ നിന്നു. അവസാനം ആവശ്യത്തിന് കിട്ടിക്കഴിയുമ്പോൾ ഇനി ഇടിക്കണ്ടെന്ന് അമ്പിളി പറയുകയും ചെയ്യുന്നുണ്ട്. ഇടിയും കൊണ്ട് നേരെ കോടതി വളപ്പിലെത്തി ആഹാരം കഴിക്കുമ്പോഴാണ് ആ ക്രിമിനലിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ശരിക്കും ആ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നില്ല ആ ക്രിമിനലിനെ അടിച്ചത്. അവനെ അടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ അമ്പിളി രാജു ആ ബസ്സിൽ ആളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവര് 2-3 പേര് ചേർന്നിട്ട് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി ഇവനിട്ട് 2 ഇടിയും കൊടുത്തിട്ട് 2 സ്റ്റോപ്പ് അപ്പുറത്ത് ഇറങ്ങുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ അമ്പിളി രാജു അത്ര നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്പിളി ഒരുവിധം ആ നാട്ടിലെ പലർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. എല്ലാവർക്കും അമ്പിളിയോട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കടപ്പാടുണ്ടായിരിക്കും. അയാൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിന് പകരമായിട്ട് കൈക്കൂലി ഒന്നും തന്നെ അയാൾ വാങ്ങിക്കില്ല. അമ്പിളിയുടെ മോള് അയാളോടൊരു ഫോൺ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫോൺ വാങ്ങുന്നതിനെ പറ്റി അവളോട് സംസാരിക്കുന്നു. കൂട്ടത്തില് കുറച്ചപ്പുറത്തുള്ള ചന്ദ്രികാന്റിയുടെ വീട്ടിൽ പോയിട്ട് അയ്യപ്പൻ വന്നു എന്ന് ചോദിക്കണമെന്നും പറയുന്നു. തനിക്കെങ്ങും വയ്യാന്ന് അവള് പറയുമ്പോൾ അയാൾ വീണ്ടും അവളെ നിർബന്ധിക്കുന്നു. അവിടെ ചെന്ന സൂത്രത്തില് അയ്യപ്പൻ എപ്പോഴെങ്കിലും വന്നായിരുന്നോ വിളിച്ചായിരുന്നോ എന്നൊന്ന് അറിഞ്ഞിട്ട് വരണം. ഇതിൽ നിന്നും മനസ്സിലാകും അമ്പിളി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളെ കുറച്ച് ദിവസങ്ങളായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യപ്പൻ അമ്പിളിയുടെ ഒരു ബന്ധു കൂടിയായിരുന്നു. അതേ ടൈമിൽ തന്നെ എറണാകുളത്ത് നോബിൾ എന്ന് പറയുന്ന ഒരു SI കാണിക്കുന്നുണ്ട്. അയാൾ തുമ്മലും അലർജിയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു. വീട്ടില് നായ ഉണ്ടെങ്കിൽ അത് അകത്തിട്ടാണ് വളർത്തുന്നതെങ്കിൽ അതിന്റെ അലർജീസ് ഇയാൾക്ക് വരുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡോഗ്സിൽ നിന്നും കുറച്ച് ഒഴിവായി നിൽക്കണം. എന്നാൽ അയാളുടെ വൈഫ് സ്റ്റെഫിക്ക് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എപ്പോഴും ബെഡ്റൂമിലും വീടിനകത്തും എല്ലാം തന്നെ അതിനെ കൊണ്ട് നടക്കും. കുറച്ച് ആൻസൈറ്റിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവളോട് അതിനെ പുറത്തിറക്കി നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നോബലിന് അറിയാമായിരുന്നു. നോബലിന് എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു നോബൽ നടത്തിക്കൊണ്ടിരുന്നത്. നോബൽ ഇപ്പോൾ ചെല്ലാൻ പോകുന്ന ആ ട്രിവാൻഡ്രം സ്റ്റേഷനിലായിരുന്നു അമ്പിളി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അമ്പിളി ഉൾപ്പെടെ കുറച്ചു പേർക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ചുപേര് അവിടേക്ക് പോയി പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറച്ചുപേര് ട്രാൻസ്ഫറായി മറ്റിടങ്ങളിലേക്ക് പോകും. ഓൾറെഡി ആ സ്റ്റേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. ഗുണ്ടാ സംഘവുമായിട്ട് പോലീസുകാർക്ക് പലർക്കും ബന്ധമുണ്ടായ കാരണം പലരെയും സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നിടത്തേക്ക് നോബൽ പോകുന്നതിൽ സ്റ്റെഫിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അതേ ടൈമിൽ ഇവിടെ അമ്പിളിയാകട്ടെ അയ്യപ്പന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ട് അയ്യപ്പന്റെ ഫോൺ ട്രാക്ക് ചെയ്യിക്കുമ്പോൾ 2 ദിവസം മുന്നേ വരെ അയ്യപ്പന്റെ നമ്പർ എറണാകുളത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ അത് തമ്പാനൂർ പരിസരത്തുണ്ട്. അതേ പരിസരത്ത് തന്നെയായിരുന്നു അമ്പിളി നിൽക്കുന്നത്. അമ്പിളി സംശയത്തോടു കൂടി ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ മകളെ വിളിച്ച് പറയുന്നുണ്ട് ചന്ദ്രികാന്റിയുടെ വീട്ടിൽ പോകണ്ടെന്നും അയ്യപ്പനെ പറ്റി തിരക്കണ്ടെന്നും. അങ്ങനെ നോബിള് എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രത്തെത്തി. പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തതിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പഴയ ആൾക്കാർ പലരും ട്രാൻസ്ഫറായി പോകുന്നതിനെ പറ്റിയും സംസാരിക്കുന്നു. നോബിളിന്റെ കൂടെ ആ സ്റ്റേഷനിലേക്ക് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് CA കുര്യൻ എന്ന് പറയുന്ന ഒരാളെയായിരുന്നു. ഇവർ 2 പേരും പരസ്പരം പരിചയപ്പെടുന്നു. അങ്ങനെ CA കുര്യൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പ്രവീൺ എന്ന് പറയുന്ന കോൺസ്റ്റബിൾ വന്ന് അയാളോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് 2 പേർക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ആദ്യത്തെ ആളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അയാൾ ഉച്ചയ്ക്ക് വരും. പക്ഷെ രണ്ടാമത്തെ ആളെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന്. അത് നേരത്തെ കാണിച്ച ആ CPO അമ്പിളിയായിരുന്നു. അവസാനമായിട്ട് അയാളൊരു പ്രതിയുമായിട്ടാണ് പോയത്. അതിനുശേഷം അയാൾ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അയാളെ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാൻ കുര്യൻ പറയുന്നു. ഇവിടെ നമ്മുടെ അമ്പിളിയുടെ മകളും അയാളുടെ വൈഫും ചേർന്നിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ക്യാഷ് അമ്പിളി അയച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അമ്പിളി കോൾ ചെയ്തുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കടയുടെ ഓണർ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ക്യാഷ് ഒക്കെ പിന്നെ അമ്പിളി സാറിനെ നിന്ന് വാങ്ങിച്ചോളാം, നിങ്ങൾ ഫോണും കൊണ്ട് പോയിക്കൊള്ളാൻ. 2-3 തവണ അവർ വിളിച്ചിട്ടും അമ്പിളിയെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രവീണാകട്ടെ അമ്പിളിയുടെ മകളെ വിളിച്ചിട്ട് അമ്പിളി എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ താൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. നോബൽ അവിടേക്ക് വരുമ്പോഴും കുര്യൻ അമ്പിളിയുടെ മിസ്സിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന CPO സുനിൽ അവിടേക്ക് വരുന്നത്. അമ്പിളിയെ പറ്റി സുനിലിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അമ്പിളി ഇങ്ങനെ പറയാതൊന്നും ഓഫ് എടുക്കാറില്ല, അയാൾ ആ കാര്യത്തിലൊക്കെ വളരെയധികം നീറ്റാണെന്ന്. ട്രാൻസ്ഫർ ഓർഡർ കൈപ്പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മുങ്ങിയതാണോ എന്ന് കുര്യൻ ചോദിക്കുമ്പോൾ സുനിൽ പറയുന്നുണ്ട് അയാൾ
അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടും എന്നുള്ള കാര്യം അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. അയാൾ തലേന്ന് കൊണ്ടുപോയ ക്രിമിനലിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അതൊരു സ്നാച്ചിങ് കേസായിരുന്നു എന്നും അത് ഇന്നലെ ജാമ്യമായി എന്നും സുനിൽ പറയുന്നു. ഏത് രീതിയിൽ അന്വേഷിച്ചിട്ടും അമ്പിളിയെ പറ്റി ഒരു വിവരവും കിട്ടാത്ത കാരണം അവർ ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. കാരണം ഈ അടുത്തിടെയായിട്ട് വർക്ക് പ്രഷർ കാരണം ചില പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടൊന്ന് പേടിച്ച് സുനിൽ വീണ്ടും അമ്പിളിയെ ഒന്നുകൂടി വിളിച്ചു നോക്കുന്നു. അയാളുടെ ഫോൺ ആകട്ടെ ഒരു റോഡ് സൈഡിൽ ഓടയിൽ കിടന്ന് റിങ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ ടെറി എന്ന് പറയുന്ന നായയെ ഡോഗ് റിട്ടയർമെന്റ് ഹോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. വളരെ വീക്കായിട്ടാണ് അത് കിടന്നിരുന്നത്. ആഹാരമൊന്നും തന്നെ അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല മലത്തിലൂടെ രക്തവും പോകുന്നുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടർ പരിശോധിക്കുന്നതിനിടയ്ക്ക് അതിന്റെ വയറ്റിൽ തൊട്ടതും ടെറി കാലുകൊണ്ട് ആ കൈ തട്ടി മാറ്റുന്നു. അതിന് വയറിനെന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഒരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ അവിടുത്തെ ഓഫീസറിനോട് പറയുന്നുണ്ട്. അയാൾ തന്റെ ഇൻചാർജിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. എക്സ്റേ എടുക്കണമെങ്കിൽ ഡ്രൈവർ അയ്യപ്പനെ വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ അയ്യപ്പനാകട്ടെ കഞ്ചാവൊക്കെ അടിച്ച് പൂസായിട്ടിരിക്കുക, അതുകൊണ്ട് അയാളെ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഇയാൾ പറയുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ അമ്പിളി അന്വേഷിച്ചുകൊണ്ടിരുന്ന അതേ അയ്യപ്പൻ തന്നെയായിരുന്നു ഇത്. അമ്പിളിയെ കാണാതാകുന്നതിനെല്ലാം തന്നെ മുൻപുള്ള സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അമ്പിളിയുടെ മിസ്സിങ്ങിനെ പറ്റി കുര്യനും നോബിളും സുനിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പിളി എങ്ങനത്തെ ആളായിരുന്നുവെന്നും അയാൾക്ക് ഇവിടെ ഒരുപാട് പിടിപാടുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ സുനിൽ പറയുന്നു. പല പ്രശ്നങ്ങളിലും പെട്ടിട്ട് അമ്പിളിയുടെ സഹായം ചോദിക്കുന്നവരുടെ കയ്യിൽ നിന്നൊന്നും തന്നെ അമ്പിളി കാശ് വാങ്ങില്ലായിരുന്നു. കടപ്പാടാണ് അയാളുടെ ലക്ഷ്യം. അതായത് കാശ് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അയാളോടൊരു കടപ്പാടുണ്ടാകുമല്ലോ. അത് അയാൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അയാൾ ഉപയോഗിക്കുകയും ചെയ്യും. അമ്പിളി ലാസ്റ്റ് ആ പ്രതിയുമായിട്ട് കോടതിയിലല്ലേ പോയത്. ആ കോടതിയിലുള്ള വക്കീലിനെ വിളിച്ചു ചോദിക്കുമ്പോൾ ആ കേസൊക്കെ കഴിഞ്ഞിട്ട് അമ്പിളി തിരിച്ച് നാട്ടിൽ പോകുമെന്നാണ് പറഞ്ഞത്. തമ്പാനൂർ ബസ് പിടിച്ചാ പോകുന്നത്. എന്നാൽ അയാളുടെ വീട് അവിടെ അല്ലല്ലോ എന്ന് പ്രവീൺ ചോദിക്കുമ്പോൾ ആ വക്കീല് പറയുന്നുണ്ട് ഈ അമ്പിളിക്കൊരു ശീലമുണ്ട്. സ്ഥിരമായിട്ട് തമ്പാനൂർ ഇറങ്ങി അവിടെ നിന്നും കുറെ ലോട്ടറി എടുക്കും. അത് കഴിഞ്ഞിട്ടേ അയാൾ വീട്ടിലേക്ക് പോകൂ. പ്രവീൺ ഈ വിവരങ്ങൾ കുര്യനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ ലോട്ടറി സ്റ്റാളിലൊന്ന് പോയി അന്വേഷിക്കാൻ കുര്യൻ അയാളോട് പറയുന്നു. സുനിലിന് ട്രാൻസ്ഫർ ആയെങ്കിലും തൽക്കാലം ഈ കേസ് തീർന്നിടം വരെ താൻ ഇവിടെ തന്നെ നിൽക്കാൻ കുര്യൻ അയാളോട് പറയുകയാണ്. ലോട്ടറി സ്റ്റാളിൽ പോയി അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അമ്പിളി ഇവിടെയൊക്കെ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു കോള് വന്നു. അങ്ങനെ ഫോണും വിളിച്ച് അയാൾ പോയി. അത് കാരണം ലോട്ടറി എടുത്തതുമില്ല. ബ്രിഡ്ജിന്റെ അടുത്തോട്ടാണ് പോയത്. സ്ഥിരമായിട്ട് ബ്രിഡ്ജിൽ കറങ്ങി നടക്കുന്ന ഒരു പയ്യൻ അവിടെ ഉണ്ട്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്പിളിയെ കണ്ടെങ്കിൽ അവൻ പറയും. അങ്ങനെ ഇവര് അവിടെ കറങ്ങി നടക്കുന്ന ആ പയ്യനെ കണ്ടുപിടിക്കുന്നു. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് താൻ അമ്പിളി സാറിനെ കണ്ടിട്ടില്ല എന്ന്. കണ്ടെങ്കിൽ എന്തായാലും അയാൾ തന്നോട് വന്ന് സംസാരിക്കും. ഏതോ കർണാടകക്കാരുമായിട്ട് അമ്പിളിക്ക് എന്തോ ഇടപാടുണ്ട്. അതിന്റെ പേരിൽ ആരൊക്കെ ഇവിടെ കറങ്ങി നടക്കുന്നതായിട്ട് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കേട്ട് സുനിലും പ്രവീണും ഒന്ന് സംശയിക്കുന്നു. അങ്ങനെ അമ്പിളി നടന്നു പോയെന്ന് പറഞ്ഞ ആ ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഒരു ലോട്ടറിക്കാരന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് താൻ ഈ പറഞ്ഞ അമ്പിളിയെ കണ്ടു എന്ന്. അയാളെന്ന് ഫോണും ചെവിയിൽ വെച്ചിട്ട് ഇവിടേക്ക് വന്ന് നിൽക്കുന്ന കണ്ടു. ഓപ്പോസിറ്റ് കിടന്ന ഒരു ബ്ലൂ കാറിനെ നോക്കിയായിരുന്നു അയാൾ നിന്നിരുന്നത്. ഈ ലോട്ടറിക്കാരൻ അമ്പിളിയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നത്, എവിടേക്കെങ്കിലും ലിഫ്റ്റ് വേണമെന്ന്. വേണ്ടാന്ന് അമ്പിളി പറഞ്ഞിട്ട് ആ ലോട്ടറിക്കാരനെ കുറച്ചുനേരം നോക്കി നിന്ന ശേഷം ആ കാറിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഒരു ഓട്ടോയിൽ കയറിപ്പോയി. അമ്പിളി പോയ ഓട്ടോയുടെ പുറകെ ആ ബ്ലൂ കാറും പോയി. അതൊരു ബ്ലൂ കളർ റിയോൺ ആയിരുന്നു. അവര് പിന്നീട് അമ്പിളി സഞ്ചരിച്ച ആ ഓട്ടോ അന്വേഷിച്ചു പോകുന്നു. ആ ഓട്ടോക്കാരനെ കണ്ടുപിടിച്ച് അയാളോട് ചോദിക്കുമ്പോഴാണ് അയാൾ നടന്ന കാര്യങ്ങൾ ചിലത് പറയുന്നത്. അമ്പിളി ഓട്ടോയിൽ കയറിയ ശേഷം കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് ഒരിടത്ത് നിർത്താൻ പറഞ്ഞു. അതിനുശേഷം കാശും കൊടുത്ത് ഓട്ടോയിൽ നിന്നിറങ്ങി തൊട്ട് ബാക്കിൽ വന്ന ബ്ലൂ കളർ കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഡ്രൈവറിനോട് എന്തോ സംസാരിച്ച ശേഷം ഫ്രണ്ട് സീറ്റിലേക്ക് കയറി. ആ കാറിന്റെ രജിസ്ട്രേഷൻ ഒന്നും അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മിററിലൂടെയായിരുന്നു അയാൾ ആ കാർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ കാറിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നു. അതായത് റെന്റ് വണ്ടിയിൽ മറ്റും ഒട്ടിക്കുന്ന സ്റ്റിക്കർ. അങ്ങനെ ഇവർ ഈ ബ്ലൂ കളർ കാറും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആ കാർ ആകട്ടെ ഒരു പുഴയോരത്ത് കൊണ്ടിട്ട് ആരോ കഴുകുന്നതായിട്ട് കാണിക്കുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ഗണപതിയുടെ ചെറിയ പ്രതിമയുണ്ടായിരുന്നു. അതെല്ലാം വലിച്ചിളക്കി കളഞ്ഞിട്ട് കാർ വൃത്തിയായി കഴുകുന്നു. കൂടെ തന്നെ അമ്പിളിയെ കാണാതായതിന്റെ ന്യൂസും ആ ഒരു വ്യക്തി കാണുന്നുണ്ടായിരുന്നു. ആ വ്യക്തി ആരാണെന്ന് മാത്രം നമ്മളെ ഇപ്പൊ കാണിക്കുന്നില്ല. ഇവിടെ പോലീസുകാര് അമ്പിളിയുടെ ഫോണിന്റെ ലൊക്കേഷൻ തേടി റോഡ് സൈഡിലെ ഓടയിൽ നിന്നും അമ്പിളിയുടെ ഫോൺ കണ്ടിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ പോലെയാണ് നോബിളിന് തോന്നുന്നത്. അത് കുര്യനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അമ്പിളി ബ്ലൂ കളർ കാറിൽ കയറിപ്പോയ കാര്യം പ്രവീൺ പറഞ്ഞതായിട്ട് കുര്യൻ നോബിളിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ താൻ ഇവിടെ അടുത്തുള്ള CCTV എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ബ്ലൂ കളർ കാർ ഈ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താം. ഫോണ് കൂടുതൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഫോണിന്റെ കൂടെ ലാബിലേക്ക് പോകാൻ നിൽക്കാതെ നോബിളാകട്ടെ CCTV പരിശോധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു റൂട്ടാണ് എടുക്കുന്നത്. കൂടെ ഷാജുവിനെയും കൂട്ടുന്നു. അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്. എന്നാൽ തനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുവെന്ന് ഷാജു പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ഫോണിന്റെ സൈഡിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയെന്ന്. ലാബ് റിസൾട്ട് വരുമ്പോൾ എന്തായാലും കൺഫേം ആയിട്ട് അറിയാം. അത് അറിഞ്ഞിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ മതി. കറക്റ്റ് ആ ടൈമിൽ തന്നെ ആ കാറ് കഴുകുന്നിടത്തും നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ ആ കാറിലെല്ലാം തന്നെ ബ്ലഡ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ സ്റ്റേഷനിലേക്ക് ഇവരുടെ സീനിയർ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ഫോണുമായിട്ട് ലാബിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നോബിൾ പോകാത്തതായിരുന്നു അയാളുടെ പ്രശ്നം. കാരണം ഫോണിൽ നിന്ന് ബ്ലഡ് സാമ്പിൾസ് കണ്ടെടുക്കുകയും അത് അമ്പിളിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു.
കാണിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ലാന്നും ഇത്രയും പെടുന്ന ആ ബ്ലൂ കാറിന്റെ വിവരങ്ങൾ എടുക്കാനും പറയുന്നുണ്ട്. നോബിൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അയാളെ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റെഫി അയാളെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ഡോഗിന്റെ അടുത്തേക്ക് പുറത്തുനിന്നൊരു നായ വന്ന് രണ്ടുപേരും കൂടി ചെറിയൊരു കടിപിടിയൊക്കെയായി, ഞാൻ കഷ്ടപ്പെട്ട ഓടിച്ചു വിട്ടേന്ന്. മുറിവൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടിയെന്ന്. മുറിവൊന്നും ഇല്ലെങ്കിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നോബിൾ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നു. സ്റ്റെഫി ആകട്ടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ നോബിള് നേരെ പോകുന്നത് അമ്പിളിയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തി അവരോട് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് അമ്പിളിയാകട്ടെ അയ്യപ്പനെ പറ്റി അന്വേഷിച്ച കാര്യം ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഈ അയ്യപ്പൻ ആരാന്ന് ചോദിക്കുമ്പോൾ വല്യച്ഛനാണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എങ്ങനെ ബന്ധു എന്ന് ചോദിക്കുമ്പോഴാണ് അമ്പിളിയുടെ വൈഫ് പറയുന്നത് അമ്പിളിയുടെ ആദ്യ ഭാര്യയെ കെട്ടിയ വ്യക്തിയാണ് ഈ അയ്യപ്പനെന്ന്. പക്ഷെ അമ്പിളി അയ്യപ്പനും നല്ല സുഹൃത്തുക്കളായിരുന്നു. അമ്പിളി തന്റെ ആദ്യ ഭാര്യ ചന്ദ്രികമായിട്ട് ഡിവോഴ്സ് ആയ ശേഷം ചന്ദ്രിക അയ്യപ്പനെ കൊണ്ട് കെട്ടിച്ചതും അമ്പിളി തന്നെയായിരുന്നു. അയ്യപ്പൻ എവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്ന് ആ കുട്ടി പറയുന്നു. മാത്രമല്ല എപ്പോഴും ഒന്നും പുറത്തൊന്നും കാണില്ല, അയാൾ ഇടയ്ക്കിടയ്ക്ക് ജയിലിലായിരിക്കും. അവർ അയ്യപ്പന്റെ ഫുൾ ചരിത്രം എടുക്കുമ്പോൾ അയാൾ ഒരുപാട് മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു എന്ന് മനസ്സിലായി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നല്ല നടപ്പ് പ്രമാണിച്ചിട്ട് ഇയാളെ കുറച്ചുനാൾ ഈ സ്റ്റേഷൻ പരിധിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും വെറുതെ വിട്ടു കഴിഞ്ഞാൽ പഴയ ജോലിയിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് ജോലിക്ക് വിട്ടു. കൂടുതലും ഡ്രൈവിംഗ് പണിയായിരുന്നു. അവസാനം അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് റിട്ടയർഡ് പോലീസ് ഡോഗ്സിന്റെ ഹോമിലായിരുന്നു. ആ ഒരു സീനാണ് നമ്മളെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിച്ചത്. ആശ്രയ എന്ന പേരിൽ തൃശ്ശൂരിലായിരുന്നു ആ ഒരു ഹോം ഉണ്ടായിരുന്നത്. അവർ ആ ഹോമിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ ഒരാഴ്ചയായിട്ട് അയ്യപ്പൻ അവിടെ ഇല്ലാന്നാണ് അവര് പറഞ്ഞത്. നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയതാ, പിന്നെ ഒരു വിവരവും ഇല്ല. പക്ഷേ അയാൾ നാട്ടിൽ വന്നിട്ടില്ല. അവർ അയ്യപ്പന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അമ്പിളി ഇവിടേക്ക് വരാറുണ്ടോ എന്ന്. വരാറുണ്ടെന്ന് അവർ പറയുന്നു. അയ്യപ്പൻ ഉള്ളപ്പോഴും വരാറുണ്ട്, ചിലപ്പോൾ ഇല്ലാത്തപ്പോഴും വരാറുണ്ട്. അതിന്റെ പേരിൽ എപ്പോഴെങ്കിലും അയ്യപ്പനും അമ്പിളിയും തമ്മിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് അവര് പറയുന്നു. അയ്യപ്പൻ അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല, അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല. അയ്യപ്പന്റെ അമ്പിളിയുടെയും കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അമ്പിളി അയ്യപ്പനെ വിളിച്ചിട്ടുണ്ട്. ഒരു തവണ പോലും അയ്യപ്പൻ ആൻസർ ചെയ്തിട്ടില്ല. സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി അയ്യപ്പന്റെ നമ്പർ ട്രാക്ക് ചെയ്യാനും അമ്പിളി നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കർണാടക രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നും അമ്പിളിക്ക് കുറച്ച് കോൾസും വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ അമ്പിളിയെ കാണാതാകുന്നതിന് മുൻപ് 6 മണിക്ക് അയ്യപ്പന്റെ നമ്പറിൽ നിന്നും അമ്പിളിയുടെ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജും വന്നിട്ടുണ്ട്. ബ്ലൂ റയോൺ ബൈപ്പാസ് ജംഗ്ഷൻ എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. ടൈമിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ അമ്പിളി തമ്പാനൂർ നിൽക്കുമ്പോഴാണ് അയ്യപ്പന്റെ ഈ മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് കണ്ടിട്ടാകണം അമ്പിളി ആ ബ്ലൂ കാറിൽ കയറിയതും. ഒരു ടീം എന്തായാലും ആ വണ്ടിയുടെ പിറകെ പോട്ടെ എന്ന് കൊറിയൻ പറയുന്നു. കാരണം ആ വണ്ടി മിക്കവാറും മോഷ്ടിച്ചതാകാൻ ചാൻസ് ഉണ്ട്. അയ്യപ്പൻ ഓൾറെഡി തന്നെ ഒരുപാട് മോഷണ കേസുകൾ പ്രതിയാണല്ലോ. മാത്രമല്ല വിഴിഞ്ഞത്ത് നടക്കുന്ന മണൽ പ്രശ്നമായിട്ട് എന്തൊക്കെയോ മധ്യസ്ഥത പറയാൻ വേണ്ടിയിട്ട് അമ്പിളി പോയിട്ടുണ്ടായിരുന്നു. ആ കേസിൽ അമ്പിളിയുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരാണ് വന്നിരിക്കുന്നത്. ഒരു മിഥിലാജും ഒരു അജിയും. അവരുടെ അടുത്തുകൂടെ പോയി അമ്പിളിയെ പറ്റി അന്വേഷിക്കാൻ കുര്യൻ ആകട്ടെ നോബലിനോട് പറയുന്നു. അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് നോബൽ ആകട്ടെ തന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വീട്ടിലെ നായുമായിട്ട് പുറത്തുനിന്നൊരു നായ വന്ന് കടിപിടി കൂടിയിട്ടുണ്ട്, പക്ഷെ മുറിവൊന്നും തന്നെ ഇല്ല, എന്നാൽ ഒരു ആന്റി റാബിസ് എടുക്കേണ്ടതെന്ന്. എന്നാൽ കോണ്ടാക്ട് വന്നതിന് ശേഷം 3 മണിക്കൂറിനകം അത് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഇനി എടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. എന്തായാലും ഒന്ന് എടുത്തേക്കാമെന്ന് നോബൽ വിചാരിക്കുന്നു. സ്റ്റെഫിയെ പോലെ പെറ്റിനോട് ഇത്രയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരാള് അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും നീ ഇത്രയും താമസിക്കാൻ പാടില്ലായിരുന്നു എന്ന് കൂടി ആ കൂട്ടുകാരൻ നോബലിനോട് പറയുന്നു. സീൻ വീണ്ടും ആ റിട്ടയർമെന്റ് ഡോഗ്സിന്റെ ഹോമിലേക്ക് കാണിക്കുന്നു. അവിടെയുള്ള ഇൻചാർജ് ആകട്ടെ അവിടുത്തെ ഓഫീസർ റെജിയോട് പറയുന്നുണ്ട് ആ മിസ്സിംഗ് ആയ പോലീസുകാരൻ അമ്പിളിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അയ്യപ്പനെ പറ്റിയോ അന്വേഷിച്ചു എന്ന്. അവര് ചിലപ്പോൾ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആരുടെ വായിൽ നിന്നും ഒന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ തുറന്നു പറയണമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണമെന്നും പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് സീൻ കാണിക്കുന്നത് അയാൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ആരെയോ കുഴിച്ചു മൂടിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ചെറിയ പയ്യനെയാണ്. അവൻ ക്ലാസ് റൂമിലിരിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിന് മണിയടിക്കുന്നതിന് മുമ്പ് അവന്റെ നായ അവിടേക്ക് വരുന്നു. കറുത്ത നിറത്തിലുള്ള ആ നായയും അവനും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. തന്റെ പാത്രത്തിൽ നിന്നും കുറച്ച് ചോറ് ആ നായ്ക്ക് കഴിക്കാൻ അവൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ബോൾ വന്ന് നമ്മുടെ ഈ പയ്യന്റെ കയ്യിൽ കൊള്ളുന്നു. അവന് വേദനിക്കുന്നുണ്ട്. ഇത് കണ്ട് ആ നായയാകട്ടെ മറ്റു കുട്ടികളെ നോക്കി വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ബോളും കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. കുട്ടികളെല്ലാം തന്നെ നായയുടെ പിറകെ കൂടി അതിനെ എറിഞ്ഞിടാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ നമ്മുടെ ഈ പയ്യനാകട്ടെ അവനെ എറിയരുതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ പിറകെ ഓടുന്നുണ്ട്. എന്നാൽ ഏതോ ഒരുത്തനാകട്ടെ കല്ലെടുത്ത് ആ നായ എറിയുന്നു. വേദന കൊണ്ട് ആ നായ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. ഇത് കണ്ട് ദേഷ്യം വന്ന ആ പയ്യനാകട്ടെ അതുപോലൊരു കല്ലെടുത്ത് അവന്റെ നായ എറിഞ്ഞ് ചെക്കനെ തന്നെ അറിയുന്നുണ്ട്. എന്നിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നു. സംഭവം ഹെഡ് മാസ്റ്റർ അടുത്തെത്തിയപ്പോ അയാള് പറയുന്നുണ്ട് ഈ ചെക്കന്റെ അച്ഛൻ 25ാമത്തെ വയസ്സിലാണ് ഇതുപോലെ തല്ലും കേസുമായിട്ട് നടന്നത്. ഇവൻ ഈ ചെറുപ്രായത്തിലെ തുടങ്ങി. നമ്മുടെ ഈ പയ്യനാകട്ടെ ഇതെല്ലാം കേട്ട് വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവന്റെ നായ വന്ന് അവന്റെ കാലിൽ നക്കുന്നു. അവൻ സ്നേഹത്തോടെ അതിനെ തലോടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രസന്റിലേക്ക് വരാം. ഇവിടെ കുര്യനും നോബലും ചേർന്നിട്ട് അജി എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യുന്നു. നേരത്തെ ഒരു മണൽ കേസിലും മധ്യസ്ഥത വഹിക്കാൻ അമ്പിളി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ കേസിൽ വന്നിരുന്നത് അജി എന്ന് പറയുന്ന ഇയാളും മിഥിലാജ് എന്ന് പറയുന്ന മറ്റൊരാളുമായിരുന്നു. അമ്പിളിയുടെ ഈ തിരോധാനവുമായിട്ട് അന്നത്തെ ആ കേസുമായിട്ട് എന്തെങ്കിലും
ബന്ധമുണ്ടോ എന്ന് അജിയോട് ചോദിക്കുമ്പോൾ അജി പറയുന്നുണ്ട് അതിനുള്ള സാധ്യതയില്ലാന്ന്, അതൊക്കെ അന്നേ സെറ്റിൽമെന്റ് ചെയ്തതാണ്. അതിന് അയാൾ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ₹1 പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് അജി പറയുന്നു. അയാളെ സംബന്ധിച്ച് കടപ്പാടാണ് വലുത്, അതായിരുന്നു അയാളുടെ പവറും. ഇനി ഇവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മിഥിലാജിനെ പൊക്കണം. കാരണം അമ്പലിയുടെ ഫോണിലേക്ക് ഏത് കർണാടക നമ്പറിൽ നിന്നാണോ കോള് വന്നത് അതേ നമ്പറിൽ നിന്ന് കോള് മിഥിലാജിന്റെ നമ്പറിലേക്കും പോയിട്ടുണ്ട്. അപ്പൊ ഈ മിഥിലാജിനും അമ്പലിക്കും കർണാടകയിലുള്ള ആരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ മിഥിലാജ് എവിടെ ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നോബലിനൊരു കോള് വരുന്നു. മിഥിലാജ് ക്രൈംബ്രാഞ്ചിൽ പോയി സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സീൻ അവിടെ നിന്നും ആലുവ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ്. SC മനോജിന്റെ നേതൃത്വത്തിൽ അവിടെ 3 കർണാടക പോലീസ് ഓഫീസേഴ്സിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായിട്ട് കർണാടകയിൽ നിന്നും മറ്റൊരു പോലീസ് ഓഫീസറും അവിടെ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മനോജ് പറയുന്നുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിലവര് മെൻഷൻ ചെയ്തിരുന്ന അമ്പളി രാജു എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസർ ഇവിടെ നിന്ന് മിസ്സിംഗ് ആണെന്നും അയാളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തൽക്കാലം ഇവരെ വിട്ടയക്കാൻ പറ്റില്ല. ആ കർണാടക പോലീസ് ഓഫീസേഴ്സിനും അമ്പളിക്കുള്ള കണക്ഷൻ എന്താണെന്നും മനോജ് എങ്ങനെയാണ് ഇവരെ പിടിച്ചതെന്നും ഒക്കെ നമുക്കിനി വഴിയെ കാണാം. ഈ ഒരു സംഭവം അമ്പളി മിസ്സായ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത് കാരണം അവിടെ നിന്ന് നോബൽ ഇവിടേക്ക് വരുന്നു. നോബലിന് ഓൾറെഡി തന്നെ മനോജിനെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുകയും അതിനുശേഷം എന്താണ് നടന്നതെന്ന് കാണിക്കുകയും ചെയ്യുകയാണ്. നൈറ്റ് പെട്രോളിംഗിന്റെ സമയത്ത് മനോജിന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വണ്ടി അയാൾ ചെക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്നത് കർണാടകയിൽ നിന്ന് വന്ന 3 പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു. അവരെന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രോഡ് കേസിൽ 1-2 മലയാളീസിനെ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്നും ട്രിവാൻഡ്രത്തൊക്കെ പോയി അന്വേഷിച്ചു, പക്ഷെ കിട്ടിയ ഇൻഫർമേഷൻ ഒന്നും തന്നെ കറക്റ്റ് ആയിരുന്നില്ല എന്ന്. അവിടുത്തെ ലോക്കൽ പോലീസിനെ കോൺടാക്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഈ കർണാടക പോലീസുകാർ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നും വന്നില്ല, കാരണം ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാനൊന്നും നിന്നില്ല എന്ന്. അതിൽ മനോജിന് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു വന്ന കുറ്റവാളികളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാർക്ക് അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അത് പറയാനുള്ള അനുവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തടി തപ്പാൻ ശ്രമിക്കുന്നു. അതോടുകൂടി മനോജിന്റെ ഡൗട്ട് കൂടി തുടങ്ങി. മാത്രമല്ല വണ്ടിക്കകത്തിരുന്ന 2 പോലീസുകാരെ എന്തോ മറയ്ക്കുന്നതായിട്ടും അയാൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിക്കുന്നതിൽ നിന്നും 20 ലക്ഷം രൂപ കണ്ടെടുക്കുന്നു. 2 ASI ഒരു SI അടങ്ങുന്ന സംഘമായതുകൊണ്ട് തന്നെ അവിടെ നിർത്തി ചോദ്യം ചെയ്യാതെ ഈ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ 20 ലക്ഷത്തിൽ 10 ലക്ഷം കൊടുത്തത് മിഥിലാജ് എന്ന് പറയുന്ന ഒരാളാണ്. ഇതേ മിഥിലാജിനെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അയാൾ ഇപ്പോൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് നോബൽ പറയുന്നു. മറ്റൊരു കേസിൽ അവന്റെ പേരിൽ ഒരു വാറന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ അവിടെ പോയി സറണ്ടർ ചെയ്തത്. ബാക്കിയുള്ള 10 ലക്ഷം കൊടുത്തത് അമ്പലിയാണ്. ഇത് കേട്ടതും നോബൽ ഒന്ന് ഞെട്ടി. അതിനിടയ്ക്ക് നോബലിന്റെ സംഘത്തിലെ തന്നെ ASI ഷിജു ആകട്ടെ നേരെ പോകുന്നത് ആ ഡോഗ് റിട്ടയർമെന്റ് ഹോമിലേക്കായിരുന്നു. അവിടുത്തെ ആളാകട്ടെ അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് പറയുന്നുണ്ട് ട്രിവാൻഡ്രത്ത് നിന്നും ഇങ്ങനൊരു ASI വന്നിട്ടുണ്ടെന്ന്. ആളെങ്ങനെയുണ്ടെന്നൊക്കെ ഈ ഇൻചാർജ് ഇയാളോട് ചോദിക്കുന്നു. ഷിജു ആകട്ടെ അവിടുത്തെ നായ്ക്കളെ എല്ലാം തന്നെ തനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അയാളാകട്ടെ അവിടെയുള്ള നായ്ക്കളെ എല്ലാം തന്നെ കൊണ്ടുപോയി ഷിജുവിനെ കാണിക്കുന്നു. ഇവിടെ കുര്യനാകട്ടെ ക്രൈംബ്രാഞ്ചിൽ സറണ്ടർ ചെയ്ത മിഥിലാജിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. അമ്പലിയുടെ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് തനിക്കൊന്നും അറിയില്ല എന്ന്. ആ മണല കേസിൽ നിനക്കൊരുപാട് നഷ്ടം വന്നു എന്ന് കേട്ടല്ലോ, അതിൽ അമ്പലിയിലെ മധ്യസ്ഥൻ എന്നെ ചോദിക്കുമ്പോൾ മിഥിലാജ് പറയുന്നുണ്ട് ആ കേസിൽ തനിക്ക് നഷ്ടം വന്നു, പക്ഷെ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ഡീല് അമ്പലിയായിട്ട് തന്നെ തനിക്ക് തന്നുവെന്ന്. ആ ടൈമിൽ തന്നെ ആ കർണാടക പോലീസുകാരെ ചോദ്യം ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരു ഫൈനാൻഷ്യൽ ചീറ്റിംഗ് കേസിൽ 7 സസ്പെക്ടുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 3 പേരെ അവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. ബാക്കിയുള്ള 4 പേരെ പിടിക്കാനാണ് അവർ കേരളത്തിലേക്ക് വന്നത്. ആ 4 പേര് മലയാളികളായിരുന്നു. അതിൽ 2 പേരെ കാസർഗോഡ് നിന്ന് കിട്ടി. ബാക്കിയുള്ള 2 പേരായിരുന്നു മിഥിലാജും ഈ അമ്പളി രാജുവും. അമ്പളിക്ക് ഈ കേസിൽ എന്തായിരുന്നു റോൾ എന്ന് മിഥിലാജിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നേരിട്ട് അമ്പളിക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. താനാകെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഒരു ചെറിയ ഡീലിംഗ് നടത്താൻ വേണ്ടിയിട്ട് കാസർഗോഡുള്ള 2 പേരെ മുട്ടിച്ചു തന്നത് അമ്പളിയായിരുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ചീറ്റിംഗ് കേസിൽ ബാംഗ്ലൂർ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കാസർഗോഡുകാരെ കണക്ട് ചെയ്ത് കൊടുത്തത് അമ്പളി ആയതുകൊണ്ട് മിഥിലാജിന്റെ കൂടെ അമ്പളിയെ അവർ പ്രതി ചേർത്തു. ആ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ ബാംഗ്ലൂർ പോലീസ് അമ്പലിയോട് ചോദിച്ചത് 10 ലക്ഷം രൂപയായിരുന്നു. 10 ലക്ഷം കൊടുത്താൽ കേസ് ഒതുക്കി തീർക്കാം, ഇല്ലെങ്കിൽ ഇവര് കേസാക്കി കഴിഞ്ഞാൽ ഇയാളുടെ ജോലിയും പോകും, PF-ഉം പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടത്തുമില്ല. എന്നാൽ ഈ കേസിൽ തന്റെ പേര് പുറത്തു വന്നാൽ തന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അമ്പളിയാകട്ടെ 10 ലക്ഷം കൊടുത്ത കേസ് ഒതുക്കി തീർക്കാൻ തന്നെ തീരുമാനിക്കുന്നു. കാശ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ദിവസത്തെ സാവകാശം അമ്പളി ചോദിച്ചിരുന്നു. 10 ദിവസത്തിന് ശേഷം ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് അമ്പളി ഇവരുടെ കാറിലേക്ക് വന്ന് ഇവർക്ക് ആ 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിനുശേഷം നേരെ തിരിച്ച് അയാൾ കയറി പോകുന്നത് ആ ബ്ലൂ കാറിലായിരുന്നു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് തങ്ങൾ കണ്ടില്ല എന്ന് ഈ പോലീസുകാർ പറയുന്നു. ഈ പോലീസുകാരൻ പറയുന്നുണ്ട് അതൊരു റെന്റ് കാർ ആയിരുന്നു എന്നും അതിനകത്ത് സ്റ്റിക്കർ ഉണ്ടായിരുന്നുവെന്നും. അവരാ പമ്പിലെ CCTV ഫുട്ടേജ് എടുക്കാൻ തീരുമാനിക്കുന്നു. അമ്പളിയുടെ ഫോൺ കിട്ടിയത് ഈ ഒരു പെട്രോൾ പമ്പിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു. അതിനിടയിലുള്ള ക്യാമറാസ് കൂടി ചെക്ക് ചെയ്യാൻ പ്രവീണിനോട് നോബൽ പറയുന്നുണ്ട്. ആ ടൈമിൽ ASI ഷിജു ആകട്ടെ ആ ഡോഗ് ഹോമിലെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് അയ്യപ്പൻ എന്താ ഇതുവരെയും തിരിച്ചു വരാത്തതെന്ന്. സാധാരണ അവൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസത്തിനകം വെച്ച് തിരിച്ചു വരുന്നതാണ്, ഇതിപ്പോ എന്താണെന്ന് അറിയില്ല എന്ന് അവർ പറയുന്നു. അയ്യപ്പനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പല കേസിലും പിടിച്ച തൊണ്ടി മുതൽ ഉൾപ്പെടെ മൃഗശാലയിൽ നിന്ന് വരയാടിനെ വരെ ഈ അയ്യപ്പൻ കടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നിപ്പോ 2 വർഷമായിട്ട്
നോക്കിയിട്ട് അയാൾ നല്ല രീതിക്കാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് കഞ്ചാവ് വലിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ മോഷണമൊന്നും ഇല്ലാന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും മോഷണത്തിലേക്ക് പോകില്ലെന്ന് ഷിജു ചോദിക്കുമ്പോൾ അതിന് ചാൻസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു. പ്രവീൺ അപ്പോഴേക്കും ആ കാറ് പോയ വഴിയെല്ലാം തന്നെ അന്വേഷിച്ച് നോബലിനോട് പറയുന്നുണ്ട്. പെട്രോൾ പമ്പിൽ നിന്ന് വിട്ടിട്ട് ആ കാറ് ഹൈവേ വരെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹൈവേ കയറിയ ശേഷം എങ്ങോട്ട് പോയെന്ന് അറിയില്ല. കാറിൽ ഒട്ടിച്ചിരുന്ന റെന്റേ കാറിന്റെ ലോഗോ തൃശ്ശൂർ ഒരു കമ്പനിയിലെ ആയിരുന്നു. പക്ഷെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കാറില്ല. മാത്രമല്ല കാറിന്റെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണെന്ന് അവർ കണ്ടെത്തി. ഇവിടെ മനോജ് പറയുന്നുണ്ട് ഫോണിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തിയ സ്ഥിതിക്ക് ആ പെട്രോൾ പമ്പിനും ഫോൺ കണ്ടെത്തിയ ഏരിയയ്ക്കും ഇടയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യണമെന്ന്. ആളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അങ്ങനെ മനോജ് പറഞ്ഞ പ്രകാരം അവർ അവിടെ എല്ലാം തന്നെ സെർച്ചിങ് ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ അവിടെ റോഡില് ക്ലീനിങ്ങിന് വരുന്ന സ്ത്രീകളിൽ ഒരാളാകട്ടെ ഫുട്പാത്തിൽ ഒരു മനുഷ്യന്റെ വിരൽ കാണുന്നുണ്ട്. അവിടെയാണ് ഈ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വീണ്ടും ആ ചെറിയ പയ്യനെയാണ്. കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തേക്ക് അവൻ ഓടി ചെല്ലുമ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിൽ അവന്റെ അച്ഛൻ കിടപ്പുണ്ടായിരുന്നു. ആൾക്കാരുടെ കയ്യിലെല്ലാം തന്നെ വടിയും കല്ലും ഒക്കെ ഇരിക്കുന്നു. അവന്റെ അച്ഛന്റെ വായിൽ നിന്ന് നൊരയും പതയും വരുന്നുണ്ട്. അവൻ അടുത്തേക്ക് പോകാൻ പോലും ആ ആൾക്കാർ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവന്റെ ആ നായ്ക്കുട്ടി ഓടി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നു നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഇവിടെ കർണാടക പോലീസിന്റെ കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം പുറത്തുവിടണ്ടെന്ന് പറയുന്നുണ്ട്. നോബൽ പറഞ്ഞ പ്രകാരം അയ്യപ്പനിലേക്ക് തന്നെ കൂടുതൽ അന്വേഷണം കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുന്ന അയ്യപ്പനെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു സൈബർ സെല്ലിലെ സുഹൃത്തിന്റെ സഹായം അമ്പലി തേടിയത്. അതേ അയ്യപ്പൻ തന്നെ പിന്നീട് അമ്പലിക്ക് അയാളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുമുണ്ട്, ആ ബ്ലൂ കാറിന്റെ കാര്യവും പറഞ്ഞിട്ട്. ആ മെസ്സേജ് പ്രകാരമാണ് അമ്പലി ആ കാറിൽ വന്ന് കയറിയതും അയ്യപ്പന്റെ കൂടെ പോയതും. ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് നോബൽ പറയുന്നു. ആ കാറിലുണ്ടായിരുന്നത് അയ്യപ്പനാണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മാത്രമല്ല അമ്പലി കർണാടക പോലീസിന് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ 10 ലക്ഷം അമ്പലിയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കുര്യൻ ഒരു ഡൗട്ട് കൂടി പറയുന്നുണ്ട്, ഈ പൈസ ഒപ്പിക്കാനുള്ള കൊട്ടേഷൻ മിക്കവാറും അമ്പലി അയ്യപ്പന് കൊടുത്തിട്ടുണ്ടാകുമെന്ന്. കാരണം ഓൾറെഡി കള്ളത്തരമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന അയ്യപ്പന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കാശുണ്ടാക്കി അമ്പലിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് എവിടെയെങ്കിലും റോബറി കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചു പോകുന്നതിനിടയ്ക്ക് പ്രവീൺ ആകട്ടെ നോബലിനോട് പറയുന്നുണ്ട്, ആ ബ്ലൂ കാറിലിരുന്ന് തന്നെയാണ് അയ്യപ്പൻ അമ്പലിക്ക് മെസ്സേജ് അയച്ചതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അയ്യപ്പന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഏകദേശം കുറച്ചു ദൂരം ആ കാറിന്റെ ലൊക്കേഷൻ തന്നെയായിരുന്നു ആ ഫോണിന്. പിന്നീട് ചിലപ്പോൾ ആ ഫോൺ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. മാത്രമല്ല പോലീസ് അന്വേഷിക്കുന്ന കാരണം ആ കാറുമായിട്ട് അയാൾ വീണ്ടും കിടന്ന് കറങ്ങാൻ ചാൻസ് ഇല്ല, എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയതുകൊണ്ട് തന്നെ അത് മോഷ്ടിച്ച വണ്ടിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ എവിടെയെങ്കിലും കാറ് മോഷണം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. പെട്രോൾ പമ്പിലെ ആൾക്കാർ പറഞ്ഞ ചില അടയാളങ്ങളുണ്ടല്ലോ ആ കാറിൽ, ഡാഷ്ബോർഡിലുണ്ടായിരുന്ന ഗണപതിയും പിന്നെ ടാങ്കിന്റെ ഭാഗത്ത് യു ഷേപ്പിലുള്ള സ്ക്രാച്ച് മാർക്കും. ഇതൊക്കെ വെച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ കാറ് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഡോഗ് ഷെൽട്ടറിൽ നിന്നും തിരിച്ചെത്തിയ ഷാജു അങ്ങോട്ട് നോബലിനോട് പറയുന്നുണ്ട്, ആ ഡോഗ് ഷെൽട്ടറുകാർ എന്തൊക്കെയോ വിഴുങ്ങി സംസാരിക്കുന്ന പോലെ തനിക്ക് തോന്നുന്നുവെന്ന്. അവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടി വരും, അവരെന്തൊക്കെയോ മറയ്ക്കുന്നു. ഇവർ പിന്നീട് ചോദ്യം ചെയ്യുന്നത് അയ്യപ്പന്റെ വൈഫ് ചന്ദ്രിക തന്നെയായിരുന്നു. അയ്യപ്പനടുത്തങ്ങ് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് അന്ന് ചന്ദ്രിക കള്ളം പറഞ്ഞിരുന്നു. അത് കള്ളമാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഉള്ള സത്യം തുറന്നു പറയാൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നു. അയ്യപ്പനും അമ്പലിയും അന്ന് ഒരുമിച്ചിരുന്ന് അവരുടെ വീട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അമ്പലിയെ കർണാടക പോലീസുകാരുടെ കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തിനെ ബേസ് ചെയ്ത് അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. ആ കാശുണ്ടാക്കാൻ അമ്പലി അയ്യപ്പന്റെ സഹായവും ചോദിച്ചു. എന്നാൽ അയ്യപ്പൻ അമ്പലിയോട് പറയുന്നുണ്ട്, ഇത്രയും ആൾക്കാരെയൊക്കെ സഹായിക്കാൻ പോയിട്ട് വല്ല കാശ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന്. അങ്ങനെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ എടുത്ത് കൊടുക്കാമായിരുന്നല്ലോ. എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അമ്പലി പറയുന്നു. ഓ നിങ്ങൾക്ക് വലുത് കടപ്പാടാണല്ലോ എന്നാണ് അയ്യപ്പൻ പറയുന്നത്. നീ നേരത്തെ കള്ളനായിരുന്നില്ലേ, ആ നിന്നെ ഇപ്പൊ കാണുന്ന ഒരു ജോലിയിലേക്ക് എത്തിച്ചത് തന്നെ ഞാനല്ലേ. അങ്ങനെ അമ്പലി പറയാൻ തുടങ്ങിയതും അയ്യപ്പന്റെ വൈഫ് ചന്ദ്രിക പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും മോഷണവും കേസും ഒക്കെ ആയിട്ട് നടന്ന നിങ്ങളെ ഇതുവരെ എത്തിച്ച് ഒരു നല്ല ജോലിയിലാക്കിയ അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു ചെയ്യേണ്ടതെന്ന്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അയ്യപ്പൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഇയാൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. ആരെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങില്ല, പകരം ഇതുപോലെ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ തിരിച്ച് അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്രയും കാശുണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അയ്യപ്പൻ. ഒരു തവണ ഞാൻ മോഷണം വിട്ടതാ, വീണ്ടും എന്നെ ആ വഴിയിലേക്ക് വിടരുത്. എന്നാൽ വേറൊരു വഴിയുണ്ടെന്ന് അമ്പലി പറയുന്നു. അതേത് വഴിയെന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പൻ നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെയാണെന്നാണ് അമ്പലി പറയുന്നത്. ഇവർ സംസാരിക്കുന്ന ഈ കാര്യം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രിക അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ എന്താണ് സംസാരിച്ചതെന്ന് ചന്ദ്രികയ്ക്ക് അറിയില്ല. ആ സംഭവത്തിന് ശേഷം പിന്നെ അയ്യപ്പൻ വീട്ടിലേക്ക് വന്നു ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്നു. വിളിച്ചൊന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ലാന്ന്. നിങ്ങൾ വീണ്ടും കള്ളം പറയുകയാണെന്നാണ് കുര്യൻ പറയുന്നത്. ഒരു ദിവസം വീണ്ടും അയ്യപ്പൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അത് കേട്ട് ചന്ദ്രിക വീണ്ടും തുറന്നു പറയുന്നു, അത് കാശൊപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം എന്നെ വിളിച്ചതാണെന്ന്. എന്നാൽ ആ കോളിന്റെ സമയം അത്രേ ആയിരുന്നില്ല എന്നും കുറച്ചധികം നേരം നിങ്ങൾ സംസാരിച്ചു എന്നും കുര്യൻ പറയുന്നു. അന്ന് അയ്യപ്പൻ വിളിച്ചിട്ട് ചന്ദ്രികയോട് പറഞ്ഞത് ഇതായിരുന്നു, അമ്പലി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കിനി ഒന്നിലും എടുത്തു ചാടാൻ വയ്യ, സ്വന്തമായിട്ട് നമുക്കൊരു നിലനിൽപ്പ് വേണ്ടേ, എന്നും അയാൾ പറയുന്ന പോലെ പാവകളിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നീ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. എന്നാൽ ചന്ദ്രിക അത് കേൾക്കാൻ തയ്യാറായില്ല. അയ്യപ്പൻ വീണ്ടും പറയുന്നുണ്ട്, എല്ലാം നിർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടെല്ലാം നിർത്തിച്ചത് അയാൾ
അയാൾ തന്നെയാ. പക്ഷെ അയാളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അയാൾ വീണ്ടും എന്നെ കൊണ്ട് അത് തന്നെ ചെയ്യിക്കാൻ നിൽക്കും. കടപ്പാടിന്റെ പേരിൽ അമ്പിളി നമ്മളെ വെറും പട്ടികളാക്കി മാറ്റുകയാണ്. പക്ഷെ ചന്ദ്രിക ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എന്തൊക്കെയാണെങ്കിലും അയാൾ കാരണോ ഇല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടായത്, ജോലി ഉണ്ടായതെന്നൊക്കെ അവർ വീണ്ടും പറയുന്നു. താൻ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടല്ല അയാൾ ഇതൊക്കെ ചെയ്തു തന്നെയെന്ന് അയ്യപ്പൻ വീണ്ടും പറയുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്പിളി എന്നെ പഠിച്ചുകൊണ്ട് ഒന്നിനും ഞാൻ നിൽക്കില്ല എന്ന് തന്നെയാണ് ചന്ദ്രിക പറയുന്നത്. അതായിരുന്നു ഏകദേശം 3 മിനിറ്റോളം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കാണിക്കുന്നത് പോലീസുകാരുടെ നേതൃത്വത്തിൽ ആ ബ്ലൂ കാർ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. പോലീസുകാർ ആ വണ്ടി ചെക്ക് ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു പാലത്തിന്റെ അടിയിലായിട്ട് ആ ബ്ലൂ കാർ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അതിനിടയ്ക്ക് കൺട്രോൾ റൂമിൽ നിന്നൊരു സന്ദേശം മനോജിന് കിട്ടുന്നു. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 50 വയസ്സിന്മേൽ പ്രായമുള്ള പുരുഷന്റേതെന്ന് സംശയിക്കുന്ന ഒരു വിരൽ കണ്ടെത്തിയെന്ന്. 3ാമത്തെ എപ്പിസോഡിന്റെ അവസാനത്തിൽ തൂപ്പുജോലിക്ക് വന്ന സ്ത്രീയാകട്ടെ ഫുട്പാത്തിൽ നിന്ന് കണ്ടെത്തിയ അതേ വിരൽ തന്നെയായിരുന്നു അത്. വിരലിന് ഇരുനിറമാണെന്നും AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും പറയുന്നു. മാത്രമല്ല വിരല് ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന സമയത്ത് ശരീരത്തിന് ജീവനില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിംഗ് കേസുകളുമായിട്ട് ഈ ഒരു വിരല് മാച്ച് ചെയ്ത് നോക്കാനും അവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മനോജ് പെട്ടെന്ന് തന്നെ കുര്യനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, മിസ്സിംഗ് ആയ അമ്പലയുടെ ഡീറ്റെയിൽസും ഈ ഒരു വിരലുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കണമെന്ന്. ആ ടൈമിൽ തന്നെ കാർ അന്വേഷിച്ച് നടന്ന പോലീസുകാര് ആ കാർ കണ്ടെത്തുന്നു. കാറിന്റെ ഡാഷ്ബോർഡിൽ ഗണപതി ഇല്ല, പക്ഷേ ടാങ്കിൽ യു ഷേപ്പിലുള്ള സ്ക്രാച്ച് മാർക്ക് ഉണ്ടെന്ന് അവർ നോബലിനെ വിളിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല 2 ദിവസമായിട്ട് ഈ കാർ ഇവിടെ തന്നെ കിടക്കുകയാണെന്ന് തോന്നുന്നു. അത്രയധികം പൊടി പിടിച്ചിട്ടുണ്ട്. കാറിന്റെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റുമ്പോൾ യഥാർത്ഥ നമ്പർ പ്ലേറ്റ് അതിന്റെ അടിയിലുണ്ടായിരുന്നു. കാറിന്റെ ഓണർ ആരാണെന്ന് അന്വേഷിക്കാൻ അവർക്ക് കുറച്ചുകൂടി ഈസിയായി. ഇവിടെ നോബലും പ്രവീണും അടങ്ങുന്ന സംഘം നേരെ പോകുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്കാണ്. അവിടെയാണല്ലോ ആ വിരല് കിട്ടിയതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കണ്ടെത്തിയത് മോതിരവിരലാണ്. ബോഡിയിൽ നിന്നും അറുത്തു മാറ്റുമ്പോൾ ആൾക്ക് ജീവനുണ്ടായിരുന്നില്ല. അമ്പിളിയുടേതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ മാച്ച് കിട്ടിയെങ്കിലും എക്സാക്ട് മാച്ച് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടെസ്റ്റുകളുണ്ട്. ആ ഭാഗത്തെ ക്യാമറകളെല്ലാം തന്നെ അവർ അരിച്ചു പറക്കി നോക്കിയിട്ടും രാത്രിയിൽ ആ വഴി ആരും തന്നെ പോയിട്ടില്ല. വിരലിന് അത്യാവശ്യം ചതവെല്ലാം തന്നെ വന്നിട്ടുണ്ട്. എല്ലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. കൂടാതെ വഴുവഴുപ്പുള്ള നീരൂരി കവറിങ് വിരലിന് ചുറ്റുമുള്ളതായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. നോബൽ ഒന്നുകൂടി ആ വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ വഴി പോയിട്ടില്ല. പക്ഷെ ഒരു നായ അതുവഴി കടന്നു പോയിട്ടുണ്ടായിരുന്നു. സർജന്റെ റിപ്പോർട്ടില് വിരലിന് നല്ല ചതവുണ്ടെന്നല്ലേ, ആരോ കടിച്ച പോലെ തോന്നിക്കുന്നുവെന്ന്. അത് സ്വാഭാവികമായിട്ടും ഈ നായ കടിച്ചതാകാൻ ചാൻസ് ഉണ്ട്. ഈ നായ ആ വിരലില് വൊമിറ്റ് ചെയ്തതാണെങ്കിലോ? പിന്നെ മാത്രമല്ല വിരലിന് ചുറ്റുമുള്ള ആ ഒരു വഴുവഴുപ്പുള്ള എന്തോ ഒരു കവറിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ മനുഷ്യന്മാരുടെ മൃഗങ്ങളുടെയൊക്കെ വയറ്റിലുള്ള ഡൈജഷൻ എൻസൈംസ് ആയിരിക്കാം. വിരലിൽ അങ്ങനെ എൻസൈംസിന്റെ ട്രേസസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൺഫേം ചെയ്യാൻ പറ്റും ആ നായയാണ് അത് വൊമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ആ ടൈമിൽ ഈ കാറ് കിട്ടിയ സ്ഥലത്ത് പോലീസുകാർ കൂടുതൽ സെർച്ച് നടത്തുന്നുണ്ട്. കാറ് വാഷ് ചെയ്തിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. കാറിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് അവർ കണ്ടെത്തുന്നു. അത് AB പോസിറ്റീവ് തന്നെയായിരുന്നു, അതായത് അമ്പിളിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ കുറച്ച് മുടിയുടെ സാമ്പിൾസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടി അവർ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. കാറിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ മോഷണം പോയ കാറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഒരു സ്റ്റേഷനിൽ ആരോ അതിന്റെ പേരിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് ആ എൻസൈംസിന്റെ കാര്യം കൺഫേം ചെയ്തിട്ട് നോബലിനോട് പറയുന്നുണ്ട് അത് ഡൈജസ്റ്റീവ് എൻസൈംസ് തന്നെയാണ്. ആ വിരൽ ആ നായ വൊമിറ്റ് ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതലെന്ന്. കൂടുതൽ വിദഗ്ധരെ വിളിച്ചിട്ട് അവർ ആ വിരലിന്റെ വിഷ്വൽസ് കാണിക്കുമ്പോൾ ആ വിരല് നായയുടെ വയറ്റിൽ എത്തിയ ശേഷം അധികം ഡൈജസ്റ്റ് ആയിട്ടില്ല. അതിനു മുൻപ് തന്നെ അത് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈജസ്റ്റ് ആയിരിക്കുന്ന ആ ഒരു ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വിരല് നായയുടെ വയറ്റിൽ ഏകദേശം 10 മിനിറ്റ് ടൈം മാത്രമേ കിടന്നിട്ടുള്ളൂ. അതിനടുത്ത് ആ ഡോഗ് ഇവര് കണ്ട ആ വിഷ്വൽസിലെത്തി ആ ഒരു വിരല് വോമിറ്റ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് അത് ആ വിരല് കഴിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഈ ഡോഗ് എവിടെയായിരുന്നു എന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് ആ ഏരിയയിലുള്ള CCTV എല്ലാം തന്നെ ചെക്ക് ചെയ്ത് ആ ഡോഗ് വന്ന വഴി ഏതാണെന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും 10 മിനിറ്റ് കൊണ്ട് ആ നായ അധിക ദൂരം ഒന്നും ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ മാക്സിമം വിഷ്വൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് പരിശോധിക്കാൻ ആരംഭിച്ചു. അതൊരു വെള്ളയും കറുപ്പും പുള്ളികളുള്ള നായയായിരുന്നു. അങ്ങനെ വിഷ്വൽസിൽ അവർ നായയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ക്ലിപ്പ് നോക്കുമ്പോൾ ആ നായ ഒരു കോളനിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അതിനു മുൻപ് അത് എവിടെയായിരുന്നു എന്ന് കണ്ടെത്തണമെങ്കിൽ ആ കോളനിക്കുള്ളിലെ ക്യാമറാസ് ചെക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ ചെക്ക് ചെയ്യാൻ അവിടെ ക്യാമറകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കോളനിക്ക് പല ഭാഗത്തു നിന്നും എക്സിറ്റും എൻട്രൻസും ഉണ്ടെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് അവിടെയെല്ലാം തന്നെയുള്ള ക്യാമറകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി ആ നായ കോളനിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നത് KSRTC ഭാഗത്തു നിന്നാണെന്ന്. പിന്നീട് ആ ഭാഗത്തുള്ള ക്യാമറാസിന്റെ വിഷ്വൽസ് എല്ലാം തന്നെ അവരെടുത്ത് പരിശോധിക്കുന്നു. ഒടുവിൽ 10 മിനിറ്റിനുള്ളിൽ നായ ലൊക്കേഷനിലെത്തിയ അവസാനത്തെ ക്ലിപ്പും അവർ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ആ നായ അവിടെയുള്ളൊരു സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇറങ്ങി വന്നതെന്ന്. അത് ആ വിരല് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയായിരിക്കും. അങ്ങനെ നോബൽ അവിടെ എത്തി ആ സ്റ്റേഡിയം നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഈ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കൂടുതൽ പോലീസുകാർ വന്ന് ആ സ്റ്റേഡിയത്തിനുള്ളിലെല്ലാം തന്നെ പരിശോധിക്കുന്നതാണ്. അവിടെ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസും സ്കിന്നിന്റെ ഫ്ലഷിന്റെ ഒക്കെ സാമ്പിൾസ് കിട്ടുന്നുണ്ട്. കുറച്ച് ദിവസം പഴക്കമുള്ളതായിട്ടാണ് അവർ കണ്ടെത്തുന്നത്. എറണാകുളത്ത് വന്നതുകൊണ്ട് തന്നെ അവൻ സ്റ്റെഫിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അവന്റെ നായയാകട്ടെ അവനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. 2 ദിവസമായിട്ട് അവന്റെ അങ്കിളും ആന്റി അവിടെ തന്നെയുണ്ട്. അവരാകട്ടെ ഈ നായയ്ക്ക് എക്സ്ട്രാ കുറച്ച് ഫുഡ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോ ഇവര് ഫുഡ് കഴിക്കാനിരുന്നാലും ഈ നായ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് പതിവായി. ഇതിങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും വരുമെന്ന് ആ ആന്റി പറയുന്നുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേരം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നോബൽ
നോബിൾ ആകട്ടെ മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്, നമ്മൾ ആ സ്റ്റേഡിയത്തിലേക്ക് നായ പോകുന്ന ഒരു ദിവസത്തെ വിഷ്വൽസ് മാത്രമല്ലേ നോക്കിയുള്ളൂ, അതിന് 10 ദിവസം മുൻപുള്ള വിഷ്വൽസ് കൂടി നമുക്ക് എടുക്കാമെന്ന്. എല്ലാ ദിവസവും ഈ നായ കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അതിനിടയ്ക്ക് ആ ബ്ലൂ കാറിന്റെ ഓണറെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് അഗസ്റ്റിൻ എന്നാണ്. കാറ് മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് 3 ആഴ്ച മുമ്പ് അയാൾ ഒരു തവണയെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും അയാൾ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അഗസ്റ്റിൻ ഒന്ന് പരങ്ങുന്നു. മാത്രമല്ല ഈ പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പണ്ട് ജയിലില് അയ്യപ്പനും ഈ അഗസ്റ്റിനും ഒരുമിച്ച് കിടന്നിട്ടുള്ളതായിട്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതോടെ അഗസ്റ്റിൻ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ആ കാർ അയാൾ കൊടുത്തത് അയ്യപ്പനായിരുന്നു. അയ്യപ്പൻ ഇതിനു മുമ്പ് പലതവണ വന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് കാർ എടുത്തിട്ട് പോകുന്നത് പതിവാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമേ അയാൾ തന്നെ കാണാൻ പോലും വരാറുണ്ടായിരുന്നുള്ളൂ. കാർ എന്തിനാ കൊണ്ടുപോയെന്ന് അയ്യപ്പനോട് താൻ ചോദിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അഗസ്റ്റിൻ പറയുന്നുണ്ട്, മോഷ്ടിക്കുന്ന സാധനങ്ങൾ അയ്യപ്പൻ സാധാരണ കോയമ്പത്തൂർ കൊണ്ടുപോയാണ് വിൽക്കുന്നത്. അതിന് തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. സാധാരണ അയ്യപ്പൻ കാർ കൊണ്ടുപോയാൽ എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് 3-4 ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരും. എന്നാൽ മുൻപൊന്നും താൻ കാർ മോഷണം പോയെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പൊ കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ അഗസ്റ്റിൻ പറയുന്നുണ്ട്, അത് അയ്യപ്പൻ തന്നെ എന്നോട് പറഞ്ഞതാണെന്ന്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു കേസ് കൊടുത്തിട്ടേരെ എന്ന്. അതെന്താന്ന് ചോദിക്കുമ്പോൾ അഗസ്റ്റിൻ പറയുന്നുണ്ട്, അയ്യപ്പൻ എന്തോ കൂടായി പൊപ്പിക്കാൻ പോയതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അതിന്റെ പിറകെ വരികയും അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അയ്യപ്പന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാർ മോഷണം പോയെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിടാൻ അയ്യപ്പൻ ഓൾറെഡി പറഞ്ഞത്. മാത്രമല്ല കാർ അരൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഇട്ടേക്കാമെന്നും പോലീസ് തന്നെ അത് കണ്ടെത്തി അഗസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് കൂടി അയ്യപ്പൻ ഓൾറെഡി അയാളോട് പറഞ്ഞിരുന്നു. കോയമ്പത്തൂർ അയ്യപ്പന് കോണ്ടാക്ട് ഉള്ള ആ ഏജന്റിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രവീണിനെയും സംഘത്തിനെയും അവർ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടുന്നു. കേസിന്റെ അന്വേഷണം ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് കുര്യൻ എറണാകുളത്തേക്ക് വരുന്നുണ്ട്. അയാൾ നോബിളിനോട് പറയുന്നുണ്ട്, ഇത്രയും വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നത് ആ ഡോഗ് ഷെൽട്ടറിലുള്ള ആൾക്കാരാണ്. അവിടുത്തെ ഇൻചാർജിനെ പിടിച്ച് നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിയാം. അങ്ങനെ SP കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള പെർമിഷൻ വാങ്ങിക്കാനുള്ള ആലോചനയിലായിരുന്നു അവർ. ഇവിടെ പ്രവീണും കൂട്ടരും കോയമ്പത്തൂരത്തെ അന്വേഷിക്കുമ്പോൾ അയ്യപ്പനെ സഹായിക്കുന്ന ആ ഒരു ഏജന്റ് ഇപ്പോൾ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ജയിലിലാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ അയാളുടെ ഡീലിംഗ്സ് എല്ലാം തന്നെ നടത്തുമായിരുന്നു. ഇവിടെ നോബിള് ഏകദേശം 10 ദിവസം ആ സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് നായ്ക്കൾ വരികയും പോവുകയും ചെയ്യുന്നതിന്റെ വിഷ്വൽസ് കാണുന്നു. അതെല്ലാം തന്നെ കുര്യനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, അതിൽ എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. ഒരുമിച്ച് നായ്ക്കളെല്ലാം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരുമിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നോബിള് ആ സ്റ്റേഡിയത്തിന്റെ പരിസരം എല്ലാം തന്നെ രാത്രിയിൽ ഒന്ന് പോയി നോക്കിയിരുന്നു. രാത്രി 10 കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്സ് വർക്കേഴ്സും ഡ്രഗ്സ് ഡീലേഴ്സും മാത്രമേ ഉണ്ടാകാറുള്ളൂ. കുറച്ചധികം ആൾക്കാരോട് ചോദിച്ചതിൽ അവിടെ ഒരുപാട് നായ്ക്കളുണ്ടെന്ന് മനസ്സിലായി. അവിടെയുള്ള വേസ്റ്റ് തിന്നത് പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഈ നായ്ക്കളെല്ലാം തീറ്റുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. ആളാരാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. കയ്യിലൊരു കവറുമായിട്ടാണ് അയാൾ വരുന്നത്. സ്റ്റേഡിയത്തിനുള്ളിലേക്ക് അയാൾ കയറിപ്പോയി കുറച്ച് കഴിയുമ്പോൾ നായ്ക്കളൊക്കെ പോകാൻ തുടങ്ങും. ആദ്യം 1-2 നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറെ അധികം നായ്ക്കൾ പോകാൻ തുടങ്ങി. ഏകദേശം ഒരു 10 ദിവസമായിട്ട് അയാൾ ഇങ്ങനെ നായ്ക്കളെ തീറ്റുന്നുണ്ടെന്നാണ് അവരെല്ലാവരും പറയുന്നത്. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അയാളെ കാണുന്നില്ല. നായ്ക്കള് പഴയ ഓർമ്മ വെച്ചിട്ട് വീണ്ടും അവിടേക്ക് പോകാറുണ്ട്. ഇവര് പറഞ്ഞ ഈ വ്യക്തി സ്റ്റേഡിയത്തിന്റെ മെയിൻ എൻട്രൻസ് വഴി കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ടില്ല. കാരണം ആ ക്യാമറയിലൊന്നും തന്നെ അയാൾ പെട്ടിട്ടില്ല. പക്ഷെ സ്റ്റേഡിയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെയും കുറെ വഴികളുണ്ട്. അവിടെയും ഒരു ക്യാമറയോ നേരെ ചൊവ്വയോ ഒരു ലൈറ്റോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഈ തിയറിയൊന്നും വെച്ചിട്ട് കേസ് തെളിയിക്കാൻ പറ്റില്ല എന്നാണ് കുര്യൻ പറയുന്നത്. പക്ഷെ ഇതെല്ലാം കേട്ട മനോജ് പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് പട്ടികൾക്ക് ഇട്ടുകൊടുത്ത കേസുകൾ പലയിടത്തും ഉണ്ട്. അതുപോലെ മറ്റൊരിടത്ത് ആൾക്കാരെ കൊന്നിട്ട് പന്നികൾക്ക് തിന്നാൻ കൊടുത്ത കേസും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ മനസ്സിൽ എപ്പോഴാ എന്താ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ നാട്ടിലും ഇതുപോലുള്ള ക്രൈമുകൾ നടക്കാൻ സാധ്യതയുണ്ട്. നോബിൾ പറയുന്ന സാധ്യതകളൊന്നും തന്നെ തള്ളിക്കളയേണ്ടെന്ന് തന്നെയാണ് മനോജ് പറയുന്നത്. കോയമ്പത്തൂരുള്ള ആ അയ്യപ്പന്റെ ഏജന്റുമായിട്ട് പ്രവീൺ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യപ്പൻ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കണ്ട് ചില ഡീലിംഗ്സ് ഒക്കെ നടത്താറുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ ഒരു സാധനവുമായിട്ടാണ് വന്നത്. അതെന്തോ ആന്റിക് സ്റ്റോൺ ഓർണമെന്റ് ആയിരുന്നു. എന്ത് തരത്തിലുള്ള ഓർണമെന്റ് ആണ്, എവിടെ നിന്നാ കിട്ടിയതെന്ന് അയാൾ ചോദിച്ചില്ല. അയ്യപ്പന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ പറ്റിയൊരു ഡീലറെ അയാൾക്ക് സെറ്റാക്കി കൊടുത്തു. ഈ ഏജന്റിനുള്ള കമ്മീഷൻ അയാളുടെ വീട്ടിലെത്തുമായിരുന്നു. ഇത്തവണ അയ്യപ്പന് എന്തോ നല്ല സാധനമാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ സാധനത്തിന് ഒരു 10-15 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ കച്ചവടമൊക്കെ നടന്നു കഴിഞ്ഞു എന്ന് പ്രവീൺ ചോദിക്കുന്നു. അതൊക്കെ അന്നേ തന്നെ കഴിയുകയും ചെയ്തു. അയ്യപ്പൻ എവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രവീൺ ആകട്ടെ അവിടുത്തെ ജയിലറോട് ചോദിക്കുന്നുണ്ട്, ഈ വല്യപ്പ എന്തിനാ ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്നതെന്ന്. അതൊരു പോക്സോ കേസാണെന്ന് ആ പോലീസുകാരൻ പറയുന്നു. ഇത് കേട്ടതും പ്രവീണൊന്നും ഞെട്ടി. കാണുന്ന പോലെ വല്യപ്പൻ അത്ര പാവമല്ലാന്ന് പ്രവീണിന് മനസ്സിലായി. അടുത്തതായിട്ട് കുര്യനും നോബിളോടങ്ങുന്ന സംഘം ചോദ്യം ചെയ്യുന്നത് ആ ഡോഗ് ഷെൽട്ടറിലെ ഇൻചാർജിനെയായിരുന്നു. അയാൾ അന്ന് നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഒരു ദിവസം രാത്രിയാകട്ടെ നായ്ക്കൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെല്ലിലെ താക്കോല് നോക്കുമ്പോൾ അതിലൊരു സെല്ലിലെ താക്കോല് മിസ്സിംഗ് ആയിരുന്നു. അത് ടെറിയുടെ സെല്ലിലെ താക്കോലാണ്. ആ സെല്ലിന്റെ അടുത്തേക്ക് അയാൾ ചെല്ലുമ്പോൾ അത് തുറന്നു കിടക്കുകയായിരുന്നു. അതിനുള്ളിൽ നിന്നും അയ്യപ്പൻ തലയിട്ട് എത്തി നോക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇയാളോടി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അയ്യപ്പൻ അവിടെ നിന്നും ഇറങ്ങി ഓടി. അയാൾ കാണുന്നത് അത്രയധികം ദാരുണമായൊരു കാഴ്ചയായിരുന്നു. കാരണം ടെറിയെ അതിക്രൂരമായിട്ട് അയ്യപ്പൻ കൊന്നിരിക്കുന്നു. ടെറി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. വയറ് കീറിയാണ്
അയ്യപ്പൻ അതിനെ കൊന്നത്. കഞ്ചാവ് തലയ്ക്ക് പിടിച്ചിട്ട് അയാളിത് ചെയ്തതായിരിക്കുമെന്നായിരുന്നു ഇവരുടെ എല്ലാം തന്നെ നിഗമനം. സംഭവം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം തന്നെ ജോലി പോകുന്ന ഏർപ്പാടാണ്. ഇത് കാരണം ആരും അറിയാതെ അവിടെ ഒരു കുഴിയെടുത്ത് അവർ ആ നായയെ അതിലിട്ട് മൂടി. മുകളിൽ ചിലരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ വെറ്റിനറി സർജനെ കൊണ്ട് നോർമൽ ഡെത്ത് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു അവർക്ക് കിട്ടിയ ഉത്തരവും. ആ ഡോക്ടറും ഒരുപാട് വിഷമത്തോടു കൂടിയായിരുന്നു ആ ഡെത്ത് റിപ്പോർട്ടിൽ ഒപ്പിട്ടത്. ഇയാൾ ഈ നായയെ കൊന്ന ശേഷമാണ് ആ ഏജന്റിനെ കാണാൻ വേണ്ടിയിട്ട് അഗസ്റ്റിന്റെ കാറും എടുത്ത ശേഷം കോയമ്പത്തൂർക്ക് പോയത്. 2 ദിവസത്തിനു ശേഷം കാശ് റെഡിയാകുമെന്ന് അയ്യപ്പൻ ഭാര്യയെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അയാൾ പിന്നെ എങ്ങോട്ട് പോയിരിക്കുമെന്ന് ഇവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട്, സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് ആൻഡ് ഫ്ലഷ് സാമ്പിൾസ് സെപ്പറേറ്റ് ആണ്. അതായത് 2 വ്യക്തികളുടേതാണ്. ഒന്ന് അമ്പിളിയുടേതും രണ്ടാമത്തേത് അയ്യപ്പന്റേതുമാണ്. ഇത് കേട്ടതും അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞെട്ടി. അതിനർത്ഥം ഇവർ 2 പേരും ഇപ്പോൾ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ലെന്നാണ്. അവിടെയാണ് ഈ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് മനോജ് ആകട്ടെ നോബിളിനോട് പറയുന്നുണ്ട്, ഈ മിസ്റ്ററി എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് ആ ബ്ലൂ കാറിൽ നിന്ന് തന്നെ കിട്ടും. ഒന്നുകൂടി ആ കാറിന് അരിച്ചു പെറുക്കാൻ പറ. അയ്യപ്പന്റെയും ആ കാറിന്റെ ഓണറായ അഗസ്റ്റിന്റെയും ഫിംഗർ പ്രിന്റ് അല്ലാതെ ഏതെങ്കിലും ഒരു ഫിംഗർ പ്രിന്റ് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ആ കാറ് കൊണ്ടിട്ടത് അയ്യപ്പൻ അല്ലെങ്കിലോ? അപ്പോൾ നോബിൾ പറയുന്നുണ്ട്, ഓൾറെഡി അഗസ്റ്റിനോട് അയ്യപ്പൻ പറഞ്ഞതല്ലേ അവിടെ കാറ് കൊണ്ടിടുമെന്ന്. അയ്യപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ മറ്റാരെങ്കിലുമാണ് ആ കാർ അവിടെ കൊണ്ടിട്ടതെങ്കിലോ? അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യപ്പൻ നേരത്തെ പറഞ്ഞ പോലെ കാർ അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് മുങ്ങിയെന്ന്. സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ പോലീസുകാരെ അയ്യപ്പനെ തേടി പോകും. മനോജ് ഒരു തിയറി കൂടി പറയുന്നുണ്ട്. അമ്പളിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കാശ് ഒപ്പിക്കാൻ വേണ്ടി അയ്യപ്പൻ എന്തോ ഒരു ഉടായ്പ കാണിച്ച് കോയമ്പത്തൂര് പോയി അവിടെ നിന്നും കാശ് റെഡിയാക്കി തിരിച്ച് തമിഴ്നാട് ബോർഡർ കടന്ന് കേരളത്തിലെത്തി. ബോർഡറിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് ആ കാറ് അകത്തേക്ക് കടന്നുവെന്ന് വ്യക്തമായി. എന്നാൽ വരുന്ന വഴിയിൽ ആരെങ്കിലും അയ്യപ്പന്റെ കാറിൽ കയറിയിട്ടുണ്ടാകും. അയ്യപ്പനെ പിടിച്ച് നന്നായിട്ട് കുടഞ്ഞ് സംസാരിപ്പിച്ചപ്പോ അമ്പളിയുടെ പേര് പുറത്തു വന്നിട്ടുണ്ടാകും. കാരണം ഇതുവരെയുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അയ്യപ്പനും അമ്പളിയും കൂടി ചെയ്തു കൂട്ടിയ എന്തോ ഒരു കാര്യത്തിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരാള് അയ്യപ്പന്റെ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പനിട്ട് പണി കൊടുത്ത ശേഷം ആ കാറും ആ ക്യാഷുമായിട്ട് നേരെ അമ്പളിയെ തപ്പി ട്രിവാൻഡ്രത്തെത്തും. അയ്യപ്പൻ പറഞ്ഞു വിട്ട ആളാണെന്ന് പറഞ്ഞിട്ട് അമ്പളിയെ ആ കാറിൽ കയറ്റും. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പന്റെ ഫോണിൽ നിന്ന് തന്നെ കാറിന്റെ ഡീറ്റെയിൽസ് അമ്പളിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ കൂടെ കയറിപ്പോയ അമ്പളിയാകട്ടെ പെട്രോൾ പമ്പിലെത്തി ആ കർണാടകക്കാർക്ക് കാശ് കൊടുക്കുന്നു. അതിനുശേഷം അമ്പളി ആരും കണ്ടിട്ടില്ല. ഇതൊക്കെയായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. അയ്യപ്പൻ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അമ്പളിയുടെ കാര്യം കണ്ടെത്താൻ പറ്റൂവെന്നാണ് നോബിൾ പറയുന്നത്. ആ ഡോഗ് ഷെൽട്ടറിലെ നായയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനും മനോജ് പറയുന്നു. അന്ന് മ്യൂസിയത്തിൽ നടന്ന മോഷണത്തെ പറ്റി നോബിൾ ചോദിക്കുമ്പോഴാകട്ടെ ഓഫീസേഴ്സ് പറയുന്നുണ്ട്, അതേതോ ബീഹാറികളാണ് ചെയ്തതെന്ന് തോന്നുന്നു, അവരെയൊക്കെ പിടിച്ചു എന്നാണ് കേട്ടതെന്ന്. ആ മ്യൂസിയം കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്താണല്ലോ ടെറി ഒരുപാട് വയലന്റ് ആയത്. അതിനെപ്പറ്റി അയാൾ ചോദിക്കുന്നു. അവിടെ നിന്നും ടെറിയെ നേരെ കൊണ്ടുപോയത് വെറ്റിനറിന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് ടെറിക്ക് CCDS ആണെന്ന് അറിയുന്നത്. അതായത് ഈ മനുഷ്യരിൽ വരുന്ന അൾഷിമേഴ്സ് പോലെ മൃഗങ്ങളിൽ വരുന്നൊരു രോഗമാണത്. മനുഷ്യർ മറന്നുപോകുന്ന പോലെ മൃഗങ്ങളും പല കാര്യങ്ങളും മറന്നുപോകും. ട്രെയിൻ ചെയ്ത കാര്യങ്ങളും തങ്ങളുടെ ട്രെയിനേഴ്സിനെയും തങ്ങളുടെ ഹാൻഡ്ലേഴ്സിനെയും എല്ലാം തന്നെ പലപ്പോഴും ഡോഗ്സ് മറന്നു പോകാറുണ്ട്. ടെറിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഒരു ജനറ്റിക് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലായി ടെറിയെ പ്രസവിച്ച ഡോഗും ഡോഗ് സ്ക്വാഡിലുള്ളത് തന്നെയായിരുന്നു. അതിനും ഇതേ അസുഖം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടെറിക്ക് ഇത് ജനറ്റിക്കലി കിട്ടിയതാണ്. അങ്ങനെ അസുഖം സ്ഥിരീകരിച്ച ടെറിയെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചില്ല, ഷെൽട്ടർ ഹോമിലേക്ക് അയച്ചു. ഷെൽട്ടർ ഹോമിൽ പോയി ടെറിയെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ടെറിയുടെ 2 ഹാൻഡ്ലേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ പോയി കണ്ടു എന്നാണ് ഈ ഓഫീസർ പറയുന്നത്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു അന്ന് ടെറിക്ക്. പിന്നീട് അറിഞ്ഞത് ഒരു ദിവസം രാവിലെ ടെറി മരിച്ചു എന്നാണ്. അന്ന് ടെറി മ്യൂസിയത്തിൽ കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരതിന്റെ ഫോട്ടോസ് എടുത്ത ഫോട്ടോഗ്രാഫറെ തേടി പോകുന്നു. ആ വീഡിയോസ് എല്ലാം തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഈ വിഷ്വൽസ് നിങ്ങൾ വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ വെറ്റിനറി സർജനെ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ എന്ന്. ആ ഡോക്ടർ എന്തിനാണ് ഈ വിഷ്വൽസ് കാണാൻ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ആ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഷെൽട്ടറിൽ വെച്ചിട്ട് ആ ഡോഗിന്റെ എക്സ്റേ എടുപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിന്റെ വയറ്റിൽ എന്തോ പെയിനുള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എക്സ്റേ എടുപ്പിച്ചതെന്ന്. ആ എക്സ്റേയിൽ ടെറിയുടെ ശരീരത്തിനുള്ളിൽ ഒരു പിൻ ഹോൾഡർ ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നോ വിഴുങ്ങിയതാണെന്നാണ് അവര് പറയുന്നത്. അന്ന് ആ മ്യൂസിയത്തിൽ വെച്ചിട്ട് ടെറി വിഴുങ്ങിയതായിരുന്നു ആ ഒരു പിൻ ഹോൾഡർ. പിൻ ഹോൾഡർ അല്ലാതെ മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ടെറിയുടെ വയറ്റിൽ കണ്ടെത്തി. അത് റിങ് പോലെ തോന്നിക്കുന്ന എന്തോ ഒന്നായിരുന്നു. അതും ടെറി വിഴുങ്ങിയതാകും. എന്നാൽ ആ ഒബ്ജക്റ്റ് ടെറിയുടെ വയറ്റിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ പിൻ ഹോൾഡർ വിഴുങ്ങിയത് കാരണം അതിന്റെ മുന കൊണ്ടിട്ട് ടെറിയുടെ വയറ്റിൽ മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് വഴി ഈ റിങ് പോലത്തെ ഒബ്ജക്റ്റ് ആകട്ടെ ടെറിയുടെ സ്പ്ലീൻ ഏരിയയിലേക്ക് പോയി. എനിമ കൊടുത്തപ്പം പിൻ ഹോൾഡർ പുറത്തേക്ക് വന്നു. എന്നാൽ സ്പ്ലീൻ ഏരിയയിലേക്ക് പോയ ആ ഒരു റിങ് പോലത്തെ ഒബ്ജക്റ്റ് പുറത്തെടുക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അത് സർജറി ചെയ്ത് മാത്രമേ പുറത്തെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത് എന്ത് സാധനമാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് മ്യൂസിയത്തിൽ നിന്നും കാണാതെ പോയ സാധനങ്ങളുടെ ലിസ്റ്റ് എടുപ്പിച്ചപ്പോഴാണ് ആ പിൻ ഹോൾഡറിന്റെ കൂടെ ഒരു റിങ് കൂടി കാണാതായിട്ടുണ്ടെന്ന് അറിയുന്നത്. അവിടെ റോബറി നടക്കുന്ന സമയത്ത് തറയിൽ എവിടെയെങ്കിലും വീണുപോയതാകാം. അത് ടെറി വിഴുങ്ങിയിട്ടുമുണ്ടാകാം. ആ റിങ് 17th സെഞ്ചുറിയിലെ ഒരു ആന്റിക് പീസ് ആയിരുന്നു. ടെറിയുടെ ആ ഒരു കണ്ടീഷനിൽ സർജറി ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആയിരുന്നു. ഹെൽത്ത് അൺഫിറ്റ് ആയിട്ട് സർവീസിൽ നിന്ന് പിരിഞ്ഞ ഒരു
നായക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത്ര പരിഗണനയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇതൊന്നും ആരെ അറിയിക്കാതിരുന്നത് എന്താണെന്ന് കുര്യൻ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, മനഃപൂർവ്വം ആരെ അറിയിക്കാതിരുന്നതല്ല, ഡോഗിന്റെ ഹെൽത്ത് ഒന്ന് മെച്ചപ്പെട്ട ശേഷം സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാ. ഒരു ഡോഗിന്റെ വയറ്റിൽ കണ്ട സാധനത്തിന്റെ പേരിൽ നിങ്ങൾ ഇത്രയധികമൊക്കെ അന്വേഷിച്ചു പോയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഒരു നായയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതെന്ന്. കാരണം വയറ്റിൽ കിടക്കുന്ന വസ്തു എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണോ അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അന്ന് ഈ ഡോക്ടർ പോയപ്പോൾ ഡോക്ടറിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് ആ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള പയ്യൻ പറയുന്നുണ്ട്. അതാരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പേരൊന്നും അറിയില്ല, 10-60 വയസ്സുള്ള ഒരാളായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അയ്യപ്പൻ തന്നെയായിരുന്നു. അന്ന് അയ്യപ്പനെ ഡ്രൈവറായിട്ട് വിളിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. നായയുടെ വയറ്റിൽ കിടക്കുന്നത് ആന്റിക് പീസ് ആയിട്ടുള്ള മോതിരമാണെന്നുള്ള കാര്യം അയ്യപ്പൻ അതോടുകൂടി മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയ്യപ്പൻ എന്തിനാണ് നായയെ കൊന്നതെന്ന്. ആ നായയുടെ വയറ് കീറി അയാൾ ആ മോതിരം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഈ നടന്ന കാര്യങ്ങളൊന്നും ഡിപ്പാർട്ട്മെന്റിനോട് പറയാൻ പറ്റാത്ത കാരണമാണ് ആ നായയുടെ ഡെത്ത് നോർമൽ ഡെത്ത് ആണെന്ന് ഈ ഡോക്ടർ ഒപ്പിട്ട് കൊടുത്തത് തന്നെ. അങ്ങനെ അന്ന് രാത്രി നോബിള് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സ്റ്റെഫിയുടെ കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, നമ്മുടെ ഡോഗിന് എന്തോ വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ട്, അന്ന് ആ നായ വന്ന് കടിപിടി കൂടിയ ശേഷം അവൻ എന്തൊക്കെ മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. എന്നാൽ നോബിള് പറയുന്നുണ്ട്, റാബിസ് വാക്സിൻ എടുത്തതല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട എന്ന്. പക്ഷെ അതൊക്കെ കുറെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുത്തത്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടെന്ന് സ്റ്റെഫി വീണ്ടും പറയുന്നു. എന്നാൽ നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്നാണ് നോബിൾ പറയുന്നത്. അങ്ങനെ അയാൾ റൂമിലേക്ക് പോകാൻ നേരത്ത് അയാളുടെ ഡോഗ് ആകട്ടെ അവിടെ വലിയ അനക്കമൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ പോയി അതിന്റെ തലയിൽ തടവുമ്പോൾ അത് വല്ലാതെ വാലാട്ടാനും തുടങ്ങി. പെട്ടെന്ന് നോബിളിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിട്ട് അയാൾ പ്രവീണിനെ വിളിച്ച് പറയുന്നുണ്ട്, ആ മരിച്ചുപോയ ഡോഗായ ടെറിയുടെ ഹാൻഡ്ലേഴ്സ് ആയിരുന്ന 2 പേരുടെയും ഡീറ്റെയിൽസ് എടുക്കണമെന്ന്. അങ്ങനെ പിറ്റേന്ന് പ്രവീണും നോബിളും ചേർന്നിട്ട് ആദ്യത്തെ ഹാൻഡലറിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു നായ്ക്ക് 2 ഹാൻഡലേഴ്സ് ആണ് ഉണ്ടാകുന്നത്. നായയുടെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്സ് ഉള്ളതും ഇവർക്ക് തന്നെയായിരിക്കും. ഇയാളിപ്പോ സസ്പെൻഷനിലാണ്. അതിന് കാരണം തന്നെ ചെറിയുടെ അൽഷിമേഴ്സ് രോഗം നേരത്തെ തന്നെ ഇവർക്ക് അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചതായിരുന്നു. അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്റെ കൂടെയുള്ള 2ാമത്തെ ഹാൻഡലർ കാരണമാണ് അത് സംഭവിച്ചതെന്ന്. അവന്റെ പേര് ജെയ്സ്മോൻ എന്നാണ്. ഇവർ 2 പേരും ഒരുമിച്ച് പിന്നീട് ടെറിയെ കാണാൻ പോയപ്പോഴൊന്നും തന്നെ ഇവരെ ടെറി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇവരെ എല്ലാവരെയും തന്നെ ടെറി മറന്നിട്ടുണ്ടായിരുന്നു. തന്നേക്കാൾ കൂടുതൽ ടെറിയുടെ അറ്റാച്ച്മെന്റ് ജെയ്സ്മോൻ ആയിരുന്നു. ഈ മ്യൂസിയം കേസിന് മുമ്പ് മറ്റൊരു കേസിൽ ഡോഗ് സ്ക്വാഡിന്റെ കൂട്ടത്തില് ടെറിയാണ് പോയത്. അന്ന് അവിടെ വെച്ച് അവൻ ഈ രോഗം ഉണ്ടായിരുന്നു. അത് ജെയ്സ്മോൻ നന്നായിട്ട് മനസ്സിലായി. കാരണം ടെറി അവിടെ ഇരുന്നൊരു പന്നിപ്പടക്കം വായിലെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് കുറെ നേരം നിന്നു. ഒരുപാട് തവണ ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് അവന്റെ വായിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയത്. ആ സംഭവത്തോടു കൂടി തന്നെ അവന്റെ അസുഖം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഞാൻ. പക്ഷെ ജെയ്സ്മോൻ സമ്മതിച്ചില്ല. അതൊക്കെ കുറച്ചുകൂടി ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അവന് പിന്നെ ടെറിയോടുള്ള അറ്റാച്ച്മെന്റ് കാരണം ഞാനും അത് വലിയ കാര്യമാക്കിയില്ല. ഈ ജെയ്സ്മോനെ അടുത്തെങ്ങാണ് നിങ്ങൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം മുമ്പേ സംസാരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഇവർ ജെയ്സ്മോന്റെ അഡ്രസ് എടുക്കുന്നുണ്ട്. വയനാടായിരുന്നു അയാളുടെ വീട്. അവിടുത്തെ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് 2 പോലീസുകാരെ അയക്കുന്നു. എന്നാൽ അവിടെ എങ്ങും തന്നെ ജെയ്സ്മോൻ ഉണ്ടായിരുന്നില്ല. അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ അങ്ങനെ അയൽക്കാരുമായിട്ടൊന്നും തന്നെ അധികം മിണ്ടുന്ന കൂട്ടത്തിലല്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ നോബിള് ഇയാളെ കൊണ്ട് ജെയ്സ്മോനെ ഒന്നുകൂടി വിളിപ്പിക്കുന്നു. അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. നീ എവിടെയാ, എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താൻ വീട്ടിലാണെന്ന് ജെയ്സ്മോൻ മറുപുറത്തുനിന്ന് പറയുന്നുണ്ട്. ഇയാൾ വീണ്ടും ജെയ്സ്മോനോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ജെയ്സ്മോൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, 2 ദിവസം മുമ്പല്ലേ നീ വിളിച്ചത്, ഇപ്പൊ എന്താ വീണ്ടും വിളിക്കുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോഴേക്ക് ജെയ്സ്മോൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നു. അത് കാരണം പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഒന്നുകൂടി വിളിക്കുമ്പോഴേക്കും ജെയ്സ്മോന്റെ ഫോൺ ഓഫായിരുന്നു. അതോടുകൂടി നോബിളിന് കാര്യം മനസ്സിലായി, ഇവൻ ഈ കേസുമായിട്ട് നല്ല പങ്കുണ്ടെന്ന്. അതിനോടകം തന്നെ അവർ ആ കാറ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും പുതിയൊരു ഫിംഗർ പ്രിന്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ അന്വേഷിക്കുന്ന ആ കൊലയാളി ഈ ജെയ്സ്മോൻ ആണെങ്കിൽ ആ കാറിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് കൂടി വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. കൂടാതെ അരൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അയാൾ കാറ് പാർക്ക് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയാകട്ടെ അയാളുടെ ഫോട്ടോ കണ്ട് ഐഡന്റിഫൈ കൂടി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി അവർ ഏകദേശം ഉറപ്പിച്ചു ഇവൻ തന്നെയാണ് കൊലയാളിയെന്ന്. കുര്യനും നോബിളിനും ഒക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. താൻ ഒരുപാട് സ്നേഹിച്ച ടെറിയെ കൊന്നതിന് പകരം വീട്ടാനായിരിക്കും എന്തായാലും ജെയ്സ്മോൻ ഇത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഊഹാഭോഹങ്ങൾ വെച്ചിട്ട് കാര്യമില്ല. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ കിട്ടണം. തെളിവുകളില്ലെങ്കിൽ അവൻ ഈസി ആയിട്ട് ഊരിപ്പോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മുകളിൽ നിന്നും അത്രയധികം പ്രഷർ ഉണ്ടായിരുന്നു കുര്യനും നോബിളിനും. ഈ ജെയ്സ്മോനെയും 2ാമത്തെ ഹാൻഡലറിനെയും സസ്പെൻഡ് ചെയ്തത് തന്നെ മ്യൂസിയം ഇൻസിഡന്റോടുകൂടി ടെറിയുടെ കണ്ടീഷൻ പുറത്തു വന്നതുകൊണ്ടാണ്. അവന്റെ രോഗത്തെപ്പറ്റി മറച്ചുവെച്ചതായിരുന്നു ഇവർ ചെയ്ത ക്രൈം. എന്നാൽ സസ്പെൻഷനേക്കാളും കൂടുതൽ ജെയ്സ്മോനെ ബാധിച്ചത് ടെറി അവനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. അവൻ അത്രയധികം ടെറിയോട് അറ്റാച്ച്ഡ് ആയിരുന്നു. ഈ ജെയ്സ്മോന് നായ്ക്കളോട് ഇത്രയധികം അറ്റാച്ച്മെന്റ് തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ ഒരു കറുത്ത നായ്ക്കുട്ടിയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനും അച്ഛനും ആ നായ്ക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. അവന്റെ അച്ഛൻ ഒരു നല്ല മൃഗസ്നേഹിയായിരുന്നു. ഒരിക്കൽ കവലയിൽ വെച്ചിട്ട് ഒരു പാമ്പിനെ കുറെ ആൾക്കാർ ചേർന്നിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അവന്റെ അച്ഛൻ കണ്ടു. ഈ പാമ്പുകൾ ഈ ഭൂമിയിലെ അവകാശികളാണെന്ന് പറഞ്ഞിട്ട് അയാൾ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടികൊണ്ട് ആൾക്കാർ ചത്തു എന്ന് വിചാരിച്ച ആ പാമ്പിന്റെ വായിലേക്ക് ഈ ജെയ്സ്മോന്റെ അച്ഛൻ കുറെ പാലൊഴിച്ചു കൊടുത്ത് അതിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇത് കണ്ട ആൾക്കാർ വീണ്ടും ആ പാമ്പിനെ
പാമ്പിനെ തല്ലിക്കൊല്ലാൻ വന്നപ്പോ ഒരുത്തന്മാരും പാമ്പിനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ആ പാമ്പിനെ ധൈര്യപൂർവ്വം അയാളെടുത്ത് അയാളുടെ ഷർട്ടിനുള്ളിലേക്ക് ഇട്ടു. പക്ഷേ പിന്നീട് അയാളുടെ ഷർട്ടിനുള്ളിൽ കിടന്ന പാമ്പാകട്ടെ അയാളെ കടിക്കുകയും വിഷു ഉള്ളിൽ ചെന്ന് അയാൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നതാണ്. വിഷുവുള്ള പാമ്പ് അയാളുടെ ഷർട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന കാരണം ആൾക്കാർക്ക് അയാളെ എടുത്തുകൊണ്ട് പോകാനും വയ്യ, അയാളുടെ അടുത്തേക്ക് ചെല്ലാനും വയ്യ. ഈ സീരീസിലുടനീളം കാണിച്ച ആ ചെറിയ കുട്ടി ജെയ്സ്മോൻ ആയിരുന്നു. അവന്റെ അച്ഛന് ചുറ്റും ആ ആൾക്കാർ കൂടി നിന്നത് ആ പാമ്പിനെ അടിക്കാനായിരുന്നു. പക്ഷെ ആ പാമ്പാകട്ടെ അയാളുടെ ഷർട്ടിനുള്ളിലും. ആർക്കും അയാളുടെ അടുത്തേക്ക് പോകാൻ പേടിയായിരുന്ന സമയത്ത് ആ ചെറിയ നായ്ക്കുട്ടിയായിരുന്നു അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അന്നു മുതലേ ജെയ്സ്മോന് നായ്ക്കളോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു. അവന് നായ്ക്കളോടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ കൊണ്ട് ടെറിയെ അവൻ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഷെൽട്ടർ ഹോമിൽ വരുന്ന നായ്ക്കളെയൊക്കെ പലരും അഡോപ്റ്റ് ചെയ്തു പോകുന്ന പതിവുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടായിരുന്നു ജെയ്സ്മോൻ ഒരു ദിവസം ഷെൽട്ടറിലേക്ക് വന്നത്. എന്നാൽ അന്ന് രാവിലെ ആ ഡോക്ടർ ആകെ ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ ജെയ്സ്മോൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറിന്റെ സംസാരത്തിൽ നിന്നും ടെറിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യവും ജെയ്സ്മോന് മനസ്സിലായി. അപ്പോഴേക്കും ഒരാൾ വന്ന് ജെയ്സ്മോനോട് പറയുകയും ചെയ്തു, ടെറി മരിച്ചു, ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ ഡോക്ടർ ടെൻഷൻ അടിച്ച് ആരെയൊക്കെ ഫോൺ വിളിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ എന്തോ തെറ്റായിട്ട് നടന്നിട്ടുണ്ടെന്ന്. അത് ജെയ്സ്മോൻ ഡോക്ടറോട് ചോദിക്കുമ്പോഴാകട്ടെ കഷ്ടം തോന്നിയിട്ട് ആ ഡോക്ടർ ജെയ്സ്മോനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതെല്ലാം അയ്യപ്പനൊപ്പിച്ച പണിയാണെന്ന്. അത് കേട്ട് ജെയ്സ്മോൻ ആകെ തകർന്നുപോയി. പിന്നീട് അങ്ങോട്ട് താൻ ഒരുപാട് സ്നേഹിച്ച ആ ടെറിയെ കൊന്ന അയ്യപ്പനെ കൊല്ലാനുള്ള പകയായിരുന്നു അയാളുടെ മനസ്സിൽ. അങ്ങനെ അയാൾ അയ്യപ്പനെ കോയമ്പത്തൂരിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് പൊക്കി. ആ സമയത്താണ് അയ്യപ്പന്റെ വായിൽ നിന്ന് അമ്പിളിയുടെ പേരും അയാൾക്ക് കിട്ടുന്നത്. കൊലയാളി ജെയ്സ്മോനാണെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ജെയ്സ്മോനെ അന്വേഷിച്ച് ഇവർ ഇറങ്ങിത്തിരിക്കുന്നു. അയാൾ വൈപ്പിന്റെ ഭാഗത്ത് എവിടെയോ ഒളിച്ചു താമസിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി വള്ളത്തിൽ ഇവരെല്ലാവരും അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീടിന്റെ അടുത്ത് എത്താറായപ്പോഴേക്കും അവിടുത്തെ കറണ്ട് പോകുന്നു. പക്ഷേ വീടിനുള്ളിൽ കയറിയപ്പോഴേക്കും അവിടെ ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ജെയ്സ്മോനെയാണ് ഇവർ കാണുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അന്വേഷിച്ചു വന്നിട്ട് അവനെ മിസ്സായി പോയല്ലോ എന്നതായിരുന്നു അവരുടെ വിഷമം. അവരാ ബോഡി അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവിടെയെല്ലാം തന്നെ പരിശോധിക്കാൻ ആരംഭിക്കുന്നു. ഒരു ടാർപാലിൽ നിന്ന് കുറെ രക്തവും അവിടുത്തെ ബാത്റൂമിലെല്ലാം തന്നെ രക്തവും കാണുന്നുണ്ട്. അതോടെ മനസ്സിലായി അയ്യപ്പനെ അമ്പിളിയെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവച്ചാണ് അയാൾ വെട്ടി നുറുക്കിയതെന്ന്. അതിനുശേഷം അത് ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി നായ്ക്കൾക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ അവർ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ കറണ്ട് വരുന്നു. കറണ്ട് വന്നതും ഫാൻ കറങ്ങാൻ തുടങ്ങി. അതോടുകൂടി ആ ബോഡിയും കിടന്ന് കറങ്ങുന്നു. ഇതിൽ നിന്നും അവർക്ക് മനസ്സിലായി ഓൾറെഡി തന്നെ ഈ ഫാനിന്റെ സ്വിച്ച് ഓൺ ആയിരുന്നു. അതായത് ഇവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കറണ്ട് പോയത് ഇവർ കണ്ടല്ലോ. ആ ടൈമിലാണ് ജെയ്സ്മോൻ തൂങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇവന് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നോബിള് അവന്റെ കാലിൽ കയറി പിടിക്കുന്നു. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് ചെറിയ ജീവൻ ഉണ്ടായിരുന്നു. അവര് നേരെ ജെയ്സ്മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ ആ സംഭവത്തിന് ശേഷം ജെയ്സ്മോൻ റിക്കവർ ആയെങ്കിലും അയാളുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പിന്നീട് ആർക്കും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേസിൽ അയാളുടെ കൺഫെഷൻ ഇല്ലാതെ ഇത് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മേലധികാരികൾ പറയുമ്പോൾ മനോജും കൂട്ടരും പറയുന്നുണ്ട് അങ്ങനെ കൺഫെഷന് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന്. കേസ് നമുക്ക് അല്ലാതെയും ക്ലോസ് ചെയ്യേണ്ടി വരും. ജെയ്സ്മോൻ തന്നെയാണ് കുറ്റവാളി എന്ന് ഉറപ്പായ സ്ഥിതിക്ക് കോടതിയുടെ മുൻപിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള തെളിവുകളെല്ലാം തന്നെ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കുന്നു. തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അയാളെ ആ സ്റ്റേഡിയത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഇയാളെ തന്നെയായിരിക്കും കുറ്റവാളി എന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിലും അത് ശരിക്കും ഉറപ്പിക്കുന്ന ഒരു കാഴ്ച അന്ന് നോബിൾ അവിടെ വെച്ച് കണ്ടു. അതായത് ആ നായ്ക്കളെല്ലാം തന്നെ ഇയാളെ നോക്കി വാലാട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ ആ കറുപ്പും വെളുപ്പും പുള്ളിയുള്ള നായയും ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാര്യം മതിയായിരുന്നു ജെയ്സ്മോൻ തന്നെയാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ. കാരണം അയാൾ ഇവിടെ വന്നിട്ടുമുണ്ട്, ഈ നായ്ക്കൾക്ക് ആ മനുഷ്യമാംസം തിന്നാൻ കൊടുത്തിട്ടുമുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഈ നായ്ക്കൾ ആരും തന്നെ തന്റെ യജമാനെ കാണുന്ന പോലെ ഒരിക്കലും വാലാട്ടില്ലായിരുന്നു. തന്നെ നോക്കി ആ നായ്ക്കൾ വാലാട്ടുന്ന കണ്ടിട്ട് ജെയ്സ്മോന്റെ മുഖത്തും ഒരു ചിരി പടരുന്നു. ഇവിടെയാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. ഈ സീരീസിന്റെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.